വിശ്വസിച്ചവരെല്ലാം ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 44-ാം വാക്യം. ഒന്നിച്ചു നിൽക്കേണ്ട ക്രൈസ്തവ സമൂഹം ഭിന്നിച്ചു നിൽക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? വിശ്വാസികൾ സഭയിൽ നിന്ന് അകലുന്നുണ്ട്, ഉണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രതിവിധികളാണ് ഈ വിഷയത്തിൽ സഭയ്ക്ക് മുമ്പിലുള്ളത്? ഈ വിഷയമാണ് ഇന്ന് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു ഗാനരചയിതാവും എഴുത്തുകാരനും ചിന്തകനുമായ ഫാദർ മൈക്കിൾ പനച്ചിക്കൽ VC, മുതിർന്ന മാധ്യമപ്രവർത്തകനും സാമൂഹ്യ നിരീക്ഷകനുമായ ശ്രീ T. ദേവപ്രസാദ്, ദീപിക ഫ്രണ്ട്സ് ക്ലബ് സംസ്ഥാന ഡയറക്ടർ ഫാദർ റോയി കണ്ണഞ്ചിറ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഫാദർ റോയി കണ്ണഞ്ചിറ, ഈ സാമുദായികമായ പ്രശ്നങ്ങളെക്കുറിച്ച്, സാമുദായിക സ്നേഹത്തെക്കുറിച്ചൊക്കെ ധാരാളം ചർച്ചകൾ ഈ സമൂഹങ്ങളിൽ, ഈ കാലഘട്ടങ്ങളിലൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ക്രൈസ്തവരുടെയിൽ ഇത്തരത്തിലുള്ള ഒരു സാമുദായിക സ്നേഹം കുറഞ്ഞു വരുന്നുണ്ട് എന്ന അഭിപ്രായം ഫാദർ റോയി കണ്ണഞ്ചിറയ്ക്കുണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ? എങ്ങനെയാണ് അങ്ങ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഫാദർ റോയി കണ്ണഞ്ചിറ. കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ അവരവരുടെ സഭകളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ ക്രൈസ്തവ സമൂഹം എന്നുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ ഒരു സമുദായ ബോധം വളരേണ്ടതുണ്ട് എന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു അന്തരീക്ഷം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വിവിധ സഭകളുടെ കൂട്ടായ്മയാണ്. ഓരോ സഭയ്ക്കും ആ സഭ അങ്ങനെ ആയിരിക്കേണ്ടതിന് അതിൻ്റെതായ കാരണങ്ങൾ, ഓരോരുത്തർക്കും ആ സഭാ സമൂഹത്തിന് ബോധ്യപ്പെടുന്ന കാരണങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണല്ലോ ആ ഒരു സഭ അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ തനിമകളുള്ള സ്വന്തമായ ചരിത്രവും വളർച്ചയുടെ പാരമ്പര്യവുമുള്ള സഭകളുടെ ഒരു കൂട്ടായ്മയാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത്. അതിൽ കത്തോലിക്ക സഭയുണ്ട്, ജാക്കോബായ സഭയുണ്ട്, ഓർത്തഡോക്സ് സഭയുണ്ട്, CSI സഭയുണ്ട്. അങ്ങനെ ശ്ലൈഹിക പാരമ്പര്യമുള്ള നിരവധി സഭകളും മറ്റ് ക്രൈസ്തവ വിശ്വാസികളുടെ ചെറിയ കൂട്ടായ്മകൾ ഉൾക്കൊള്ളുന്ന അന്തരീക്ഷങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട്. ഇവരെല്ലാം കൂടെ കൂടിയുള്ള ഒരു പൊതു മനസ്സ്, നമ്മൾ ക്രൈസ്തവരാണ്, അങ്ങനെയൊരു മനസ്സ് വളരേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. ഓരോ സഭയിലും ആ ഒരു ചെറിയ സഭാ പരിപ്രേക്ഷ്യത്തിൽ ഒരു സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു മനസ്സുണ്ട് ഓരോ വിശ്വാസിക്കും. എന്നാൽ എല്ലാ സഭകളും കൂടിച്ചേരുന്ന ക്രൈസ്തവ ഭാവം, ആ ഒരു ക്രൈസ്തവ ഭാവം, ഒരു സമുദായ ഭാവം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്നതിൽ കേരളത്തിലെ ക്രൈസ്തവ ജനതയ്ക്ക് ഇനിയും വളരേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതിൻ്റെ കാരണമായിട്ട് അങ്ങനെ പെട്ടെന്നൊരു കാരണം കണ്ടുപിടിച്ച് അവതരിപ്പിച്ച് അത് പരിഹരിച്ചെടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലല്ല. എൻ്റെ എളിയൊരു നിരീക്ഷണം അവതരിപ്പിക്കുകയാണെങ്കിൽ, ഓരോ സഭയും അവരവരുടെ സഭയ്ക്കുള്ളിൽ സുരക്ഷിതരാണ് എന്നൊരു വിചാരം അവർക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു സുരക്ഷിതത്വം എന്നാൽ അത് ശരിയായ ഒരു സുരക്ഷിതത്വ ബോധമല്ല എന്നൊരു നിരീക്ഷണമാണ് എനിക്കുള്ളത്. എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നിലനിൽക്കേണ്ട ഒരു ആവശ്യം ഇന്നത്തെ വർത്തമാനകാലത്തിലുണ്ട്. കാരണം ഈ സഭയ്ക്കുള്ളിലുള്ളവർ മാത്രമാണ് ഈ സഭയുടെ തനിമയെ ഒരു പൂർണ്ണതയായിട്ട് വ്യാഖ്യാനിക്കുകയോ ഈ സുരക്ഷിതത്വ ബോധത്തിന്റെ സേഫ് സോൺ നിൽക്കുന്നത് ആരാണ്? ഫാദർ റോയി കണ്ണഞ്ചിറ. ഈ സുരക്ഷിതത്വ ബോധം എന്ന് പറയുന്നത് ഓരോ സഭാ സമൂഹത്തിനുള്ളിലുള്ള അധികാരികൾ, നേതാക്കൾ, ഈ നയിക്കുന്നവർ, അവർക്കാണ് ഈ സുരക്ഷിതത്വ ബോധമുള്ളത്. സത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ വിശ്വാസികളായിട്ട് ഈ ഓരോ സമൂഹത്തിലും നിലനിൽക്കുന്നവർ വളരെയേറെ അരക്ഷിതരാണ് എന്ന് ഞാൻ നിരീക്ഷിക്കുകയാണ്. കാരണം ക്രൈസ്തവ സമൂഹത്തെ ഓരോരോ സഭകളായിട്ടല്ല കേരളത്തിന്റെ സെക്കുലർ സമൂഹം, രാഷ്ട്രീയ സമൂഹം കാണുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു അപകടാവസ്ഥ നിലനിൽക്കുന്നത് ഞാൻ നിരീക്ഷിക്കുകയാണ്. കാരണം അവർ നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾ, നമ്മൾ നോക്കുമ്പോൾ
വിവിധ സഭകൾ. ഈ ഒരു രണ്ട് കാഴ്ചകളുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു ചേർച്ച ഇവിടെ ആവശ്യമാണ്. പൊതുസമൂഹം നോക്കി കാണുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എന്നുള്ള രീതിയിൽ വിളിക്കുന്നവരെല്ലാവരും വ്യത്യസ്ത സഭകളിലാണ് എന്നുള്ളതാണ് ക്രൈസ്തവർ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച. ശരി, അയാൾ എന്റെ സഭയിൽപ്പെട്ടതല്ല, ആ വിഷയം എന്റെ സഭയുടെ അല്ല, അത് ആ സഭയുടെയാണ്. അതുകൊണ്ട് ഞാൻ അതിനകത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ കേരളത്തിന്റെ പൊതുസമൂഹം നോക്കുന്നതോ, സെക്യുലർ സമൂഹം നോക്കുന്നതോ, മറ്റു മതസ്ഥർ നോക്കുന്നതോ, മറ്റു മതസ്ഥർക്ക് പലർക്കും അറിയില്ല കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഉള്ളിലെ ഈ ഓരോരുത്തർക്കും ന്യായീകരണമുള്ള വിഭാഗങ്ങളുടെ അനന്യത പലർക്കും അറിയില്ല. എല്ലാവർക്കും അവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമൂഹമാണ്. ഈ ഒരു അവസ്ഥ ഒരു അസ്വസ്ഥത ജനിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ. ഒരുമിക്കാനുള്ള ഒരു അസ്വസ്ഥത ജനിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിനു പകരം മറ്റുള്ളവർ ക്രൈസ്തവ സമൂഹത്തെ നോക്കുന്നത് എങ്ങനെയെന്ന് കൂടി നിരീക്ഷിച്ചുകൊണ്ട് ഒരു ക്രൈസ്തവമായ ഒരു സമുദായ ഐക്യബോധത്തിലേക്ക് കേരളത്തിലെ ക്രൈസ്തവ ജനതയുടെ സമൂഹ മനസ്സ് ഉണരേണ്ടതുണ്ട് എന്നതാണ് എന്റെ നിരീക്ഷണം. അല്ലെങ്കിൽ വലിയ അപകടം ക്രൈസ്തവ സമൂഹത്തെ കാത്തിരിപ്പുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വ്യക്തമാണ് ഫാദർ റോയ് കണ്ണഞ്ചിറ. ഫാദർ മൈക്കിൾ പനച്ചിക്കൽ, ഇവിടെ ഫാദർ റോയ് കണ്ണഞ്ചിറ പറഞ്ഞതുപോലെ പല സെക്റ്റുകളായി, പല വിഭാഗങ്ങളായി ഇങ്ങനെ വിവിധ കോണുകളിൽ നിൽക്കേണ്ടവരല്ലല്ലോ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം. ഒന്നിച്ച് ഒറ്റ മനസ്സോടെ മുന്നോട്ട് പോകേണ്ടവരുമാണ്. എന്താണ് ഇന്ന് ചരിത്രപരമായ കാരണങ്ങൾ? ഈ സമൂഹങ്ങളിൽ ഉണ്ടാകുന്ന ചില ആശയപരമായ വ്യത്യാസമാകാം, ആരാധനാക്രമങ്ങളിലെ ചില നിലപാടുകളിലെ വ്യത്യാസമാകാം. ഈ വിഷയങ്ങളിലൊക്കെ ഉള്ള ഒരു തുടക്കം, ഈ ഭിന്നിപ്പുകളുടെ അല്ലെങ്കിൽ ഈ വ്യത്യസ്തതകളുടെയൊക്കെ തുടക്കം എവിടെയാണ് ഫാദർ മൈക്കിൾ പനച്ചിക്കൽ? വ്യത്യസ്തങ്ങളായ സഭകൾ ഉണ്ടായതിൻ്റെ തന്നെ പശ്ചാത്തലം നമുക്കറിയാം. ആദ്യകാലത്ത് ഇവിടെ ഒരു സഭയുണ്ടായിരുന്നുള്ളൂ. 1498 വാസ്കോഡിഗാമ ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴാണ് യൂറോപ്യൻ സമൂഹം അല്ലെങ്കിൽ യൂറോപ്യൻ സഭ നമ്മുടെ സഭയുമായിട്ട് ബന്ധം പുലർത്താൻ തുടങ്ങിയത്. പിന്നീട് അവരുടെ സ്വാധീനം വന്നു. 1599 ഇവിടെ ഉദയംപേരൂർ സൂനകദോസ് ഉണ്ടാകുന്നത്. ഉദയംപേരൂർ സൂനകദോസോടുകൂടി അതിൻ്റെ കാനോനുകളൊക്കെ നടപ്പാക്കിയതിനനുസരിച്ച് ലത്തീൻ റീത്തിൻ്റെ സ്വാധീനം ഇവിടെ നിലവിലുണ്ടായിരുന്ന മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഏക സമൂഹമായിരുന്ന മാർത്തോമ ക്രിസ്ത്യാനികളുടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തി. അത് ഒരു പരിധിവരെ സ്വീകരിക്കാൻ അനുസരണത്തിൻ്റെ പേരിൽ, റോമിനോടുള്ള വിധേയത്വത്തിൻ്റെ പേരിൽ ഒരു വിഭാഗം തയ്യാറായപ്പോൾ വേറൊരു വിഭാഗം തങ്ങളുടെ പാരമ്പര്യത്തിനും ആചാരാനുഷ്ഠാനങ്ങൾക്കൊക്കെ കോട്ടം തട്ടുന്നു എന്ന് വന്ന് അതിനെ എതിർക്കുകയുണ്ടായി. അങ്ങനെയാണ് 1653 കൂനംകുരിശ് സത്യം ഉണ്ടാകുന്നത്. ആ കൂനംകുരിശ് സത്യത്തോടുകൂടിയാണ് ഇങ്ങനെ സഭ തന്നെ വിഭാഗീയത ഉണ്ടാകുകയും വേർതിരിയുകയും ചെയ്ത്. പിന്നീട് പുനരൈക്യത്തിൻ്റെയൊക്കെ കഥകൾ നമുക്കറിയാം. എങ്കിൽ പോലും അതിനെ തുടർന്ന് സഭകൾ വ്യത്യസ്തങ്ങളായ സഭകളായി. അപ്പോൾ അങ്ങനെ സീറോ മലബാർ സഭയുടെ ഒരു പാരമ്പര്യം പറയുമ്പോൾ ഈ ഒരു സ്വതന്ത്ര സഭ സ്ഥാപിച്ചപ്പോൾ, അല്ലെങ്കിൽ സീറോ മലബാർ വികാരിയത്ത് സ്ഥാപിച്ചപ്പോൾ മുതൽ പഴയ സുറിയാനി സഭയോടുള്ള ആഭിമുഖ്യവും പാരമ്പര്യങ്ങളും പുനഃസ്ഥാപിക്കണമെന്ന ഒരാഗ്രഹമാണ് ഉണ്ടായത്. കാരണം ഇതൊരു സ്വതന്ത്ര സഭയാണ്. ആ സ്വതന്ത്ര സഭ അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ ലത്തീൻ റീത്തുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ ഉണ്ടായ ഒരു സംസ്കാരം, ഒരു സങ്കര സംസ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. ആരാധനാക്രമ ജീവിതത്തിലുണ്ടായ ആ സങ്കര സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, അത് നല്ലതാണ് എന്ന് വിചാരിച്ച് അതിൽ കുറേ ഉറച്ചു നിന്നവരുണ്ട്. അപ്പം അങ്ങനെ പല കാര്യത്തെ സംബന്ധിച്ചും രണ്ട് ഭാഗങ്ങളും തമ്മിലുള്ള വടംവലികളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വടംവലികളുടെ ആയിട്ട് ഇപ്പോഴും ചിലതൊക്കെ നിലവിൽ സംഘർഷത്തിൻ്റെ സ്വഭാവത്തിൽ നിലനിൽക്കുന്നുണ്ട്. തെക്കും വടക്കും എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതുപോലെ, അല്ലെങ്കിൽ എറണാകുളം ചങ്ങനാശ്ശേരി എന്നൊക്കെ പറയാവുന്ന പോലെ, അങ്ങനെ വിളിക്കപ്പെടുന്ന പോലെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, അടിസ്ഥാനപരമായിട്ട് സഭ ജനാധിപത്യത്തിലല്ല വിശ്വസിക്കുന്നത്, ദൈവാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത്, അനുസരണത്താണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അനുസരണത്തോടുകൂടി എല്ലാവരും ഒരു പൊതു തീരുമാനത്തിന് വിധേയപ്പെടുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ, ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലും റീത്ത് കാര്യങ്ങളിലും കുർബാനയെ
ആചരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് വിശ്വാസപരമായ കാര്യങ്ങൾ സമുദായപരമായ കാര്യങ്ങളിലേക്ക് തീർച്ചയായിട്ടും അതിൻ്റെ സ്വാധീനം ഉണ്ടാകും. ഈ ആചാരങ്ങളിലെ ഈ വൈവിധ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഐക്യം എത്രത്തോളം നമുക്ക് സാധ്യമാകും? തീർച്ചയായിട്ടും ഒരേ സഭയ്ക്ക് ഒരേ ആചാരവും ഒരേ അനുഷ്ഠാനവും എല്ലായിടത്തും ഉണ്ടാകുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ അതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയാകാം അങ്ങനെയാകാം എന്നൊക്കെയുള്ള നിരവധി ഓപ്ഷൻസൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ഓപ്ഷൻസൊക്കെ സ്വീകരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അനുസരണത്തോടു കൂടി ഒരേ നേതൃത്വത്തിൻ്റെ കീഴിൽ മുന്നോട്ട് പോകാനായിട്ടൊരു പ്രയാസമില്ല. അതിനൊരല്പം വിധേയത്വവും അനുസരണവും അതിനുള്ള നിഷേധാർത്ഥ്യം ഉണ്ടായാൽ മതി എന്നാണ് എൻ്റെ വിശ്വാസം. വ്യക്തമാണ് ഫാദർ മൈക്കൽ പനച്ചിക്കൽ. ശ്രീ ടി ദേവപ്രസാദ്, കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല. ഒരു പ്രശ്നം വരുമ്പോൾ അവർ ഒരുമിച്ച് നിൽക്കുന്നില്ല. അവർക്ക് ഒരു ശബ്ദമല്ല. അവർ ഓരോ സെക്റ്റുകളായി നിന്നുകൊണ്ടാണ് ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നൊരു വിമർശനം പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. ഐക്യത്തോടെ ഒരു വിഷയത്തെ ഏറ്റെടുക്കുവാൻ, ഒരു വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ, ഒരു വിഷയത്തിൽ നിലപാട് പറയുവാൻ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ഒരുമിച്ച് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഈ നാട്ടിൽ ഉണ്ട് താനും. എന്താണ് ഇത്തരം ഒരു വൈരുദ്ധ്യം നമ്മുടെ ഇടയിൽ ഉണ്ടാകുക? ഇതിനെന്താണ് പ്രതിവിധി ഉള്ളത്? ആ ചോദ്യത്തിലൂടെ എന്റെ മുമ്പിലേക്ക് വെച്ച വിഷയത്തിൽ ഞാൻ പൂർണ്ണമായും യോജിക്കുന്നില്ല. ഒന്നാമത് ഒന്നിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത്, അങ്ങനെയുള്ള മേഖലകളുണ്ട്, ഒന്നിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുള്ള മേഖലകളുണ്ട്. ചരിത്രം പഠിച്ചാൽ, ചരിത്രം എന്ന് പറഞ്ഞാൽ വലിയ ചരിത്രമൊന്നുമല്ല, ആദ്യത്തെ ജനതാ പാർട്ടി ഗവൺമെന്റിന്റെ ഭരണം, അതായത് കോൺഗ്രസ് ഗവൺമെന്റിന് ശേഷം വന്ന ഒരു ബദൽ ഗവൺമെന്റിന്റെ കാലത്ത് OP ത്യാഗി എന്ന് പറയുന്നത് ഒരു സ്വകാര്യ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു, മതപരിവർത്തനം തടയണമെന്നും പറഞ്ഞു. ആ ബില്ലിനെതിരെ കേരളത്തിലെ സഭ ഒന്നിച്ച് പ്രതിഷേധിച്ചിട്ടുണ്ട്. അതുപോലെ കേരളത്തിലെ പല മേഖലകളിലും കേരളത്തിലെ സഭയ്ക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ സഭകൾക്ക് വ്യത്യാസമില്ലാതെ ഒന്നിച്ച് പ്രതിഷേധിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ മിഷണറിമാർക്ക് നേരെയുള്ള ആക്രമണത്തിന് ഇപ്പം ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറഞ്ഞ ഒരു അച്ഛനെ, ഒരു മിഷണറിയെയും അദ്ദേഹത്തിന്റെ മക്കളെയും ചുട്ടുവന്നു. അതിനെതിരെ സഭ ഒന്നിച്ചാണ് പ്രതിഷേധിച്ചത്. അതിനകത്തൊന്നും യാതൊരു വ്യത്യാസവും സഭയ്ക്ക് വരുന്നില്ല. പക്ഷെ സാമുദായിക ബോധം എന്ന് പറയുമ്പം ഇതിന് വിശാലമായ അർത്ഥത്തിലും പരിമിതമായ അർത്ഥത്തിലും രണ്ട് മാനങ്ങളുണ്ട്. അതില് ബഹുമാനപ്പെട്ട പനച്ചിക്കലച്ചൻ വളരെ ഭംഗിയായി പറഞ്ഞ പോലെ കേരള സഭയുടെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കേരള സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ കേരള സഭ ഒന്നായിരുന്നെന്നും പിന്നീടുണ്ടായ അത് വളരെ ഹ്രസ്വമായി വളരെ സംക്ഷിപ്തമായി അച്ഛനെ ചരിത്രം പറഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഓരോ സഭാ സമൂഹങ്ങൾക്കും അതിന്റെ വ്യതിരിക്തതയുണ്ട്. ആ വ്യതിരിക്തത അംഗീകരിക്കാതെ നമുക്കൊരു ഐക്യമൊന്നും സാധിക്കത്തില്ല. അത് അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അവർ എല്ലാവർക്കും കൂടെ ഒന്നിച്ചൊരു നിലപാടെടുക്കാൻ സാധിക്കത്തില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിൽ പള്ളികൾ സംബന്ധിച്ചൊരു തർക്കമുണ്ട്. അതിന് ഓർത്തഡോക്സ് സഭയ്ക്ക് അവരുടെ ഒരു നിലപാടുണ്ട്, യാക്കോബായ സഭയ്ക്ക് അവരുടെ ഒരു നിലപാടുണ്ട്. ഒരു ക്രൈസ്തവ നിലപാടെന്ന് പറഞ്ഞാൽ ഞാൻ ക്രൈസ്തവ നിലപാടെന്ന് കരുതുന്നത് ഓർത്തഡോക്സുകാർ ഒരിക്കലും ഒരു ക്രൈസ്തവ നിലപാടായി അംഗീകരിക്കല. അതാണ് അതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രശ്നം. അപ്പോ ഈ സാമുദായിക ബോധം എന്ന് പറയുമ്പോൾ റോയി അച്ഛൻ ആ തുടക്കത്തിൽ പറഞ്ഞു വെച്ചതുപോലെ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ക്രൈസ്തവർക്ക് ഒരു ക്രൈസ്തവ സാമുദായിക ബോധം വർദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ശരിയാണ്. ക്രൈസ്തവ സാമുദായിക ബോധം ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം. സാമുദായിക ബോധം ഉണ്ട്, പക്ഷെ അത് വർദ്ധിക്കേണ്ടതുണ്ട്. ആ ദിശയിലുള്ള പ്രവർത്തനങ്ങൾ സഭയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലെ ലത്തീൻ സഭ ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളമായിട്ട് എനിക്ക് വന്ന് തിരുവനന്തപുരത്തെ സുസഭാഗ്യ പിതാവിന്റെ നേതൃത്വത്തിലാണ് അതിനുള്ള നീക്കം ആരംഭിച്ചത്. KRLCC എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി അവർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ലത്തീൻ ക്രിസ്ത്യാനികളുടെ സാമുദായിക ബോധം വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള പല പരിശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. അങ്ങനെ ഓരോ സമുദായം അവരുടെ സമുദായത്തിന്റെ സ്വത്വബോധം അത് വളർത്തിയെടുക്കാൻ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ സ്വത്വബോധം അല്ലെങ്കിൽ ഒരു സമുദായ ബോധം വളർന്നു വരുന്നത് സാധാരണ 5 കാരണങ്ങൾ കൊണ്ടാണെന്നാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, സോഷ്യൽ സയന്റിസ്റ്റ് പറയുന്നത്. ഒന്നാമത്തെ പങ്ക് ഒരു ഇൻട്രസ്റ്റ്, ഒരു താല്പര്യം. ഒരേ താല്പര്യമുള്ളവർ ഒന്നിച്ചേക്കുക. നമുക്കൊരു താല്പര്യത്തിന് വേണ്ടി ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം സ്വാശ്രയ കോളേജുകൾക്ക് വേണ്ടി ഒരു പ്രശ്നം, അതിന് ആ താല്പര്യമുള്ളവർ ഒന്നിച്ചേക്കും. അതാണ് അതിന്റെ ആ ഒരു സമുദായ ബോധം എന്ന് പറയുന്നത്. പിന്നീട് പറയുന്ന ഒരു ആക്ഷൻ കമ്മ്യൂണിറ്റി, ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നിൽക്കുക, ഒരു വികസന പ്രവർത്തനം നടത്തും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തോട് വെട്ടുന്നു, അതിനുവേണ്ടി ഒന്നിച്ചു ഒരു സാമൂഹ്യ പ്രവർത്തനം. പിന്നെ മൂന്നാമത് പറയുന്ന ഒരു പ്ലേസ് കമ്മ്യൂണിറ്റി എന്നാണ്. നമുക്ക് കേരളത്തിന് വെളിയിലൊക്കെ മലയാളി സമൂഹങ്ങളില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു പ്ലേസ്, അതിനൊരു സാമൂഹ്യ ബോധമുണ്ട്. പിന്നെ ഒരു പ്രാക്ടീസ് കമ്മ്യൂണിറ്റി എന്ന് പറയും, അഭ്യാസം. അതായത് ഇപ്പൊ പനകിലച്ചൻ പറഞ്ഞ പോലെ ഒരേ തരത്തിലുള്ള ആചാരങ്ങൾ നിൽക്കുന്നവർക്കുള്ള ഒരു സാമൂഹ്യ ബോധം. പിന്നെ ഒരു സർക്കംസ്റ്റാൻസസ്, അതാണ് ഈ 5ാമത്തേത്, സർക്കംസ്റ്റാൻസസ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ ബോധമാണ്. ഇപ്പം ഒരു യുദ്ധം വരുമ്പോഴത്തേക്കും നമ്മളെല്ലാം കൂടെ ഒന്നിച്ചു നിൽക്കുന്നു. നമുക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലാഞ്ഞിട്ടില്ല. ഇന്ത്യക്കാർക്ക് ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് ഒന്നും അല്ലെ പല പാർട്ടികളും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു പൊതുശത്രു വരുമ്പോൾ നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നു.
അതൊരു സർക്കംസ്റ്റാൻഷ്യൽ ഒരു കമ്മ്യൂണിറ്റി കോൺഷ്യസ്നസ് ആണ്, സാമൂഹ്യ ബോധം. ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു സാമൂഹിക ബോധം. പക്ഷെ സാമൂഹിക ബോധം അനിവാര്യമാക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ എന്റെ അപ്പുറത്തേക്ക് കടന്നിട്ട് ഈ അപരനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. എങ്കിലേ സാമൂഹ്യ ബോധത്തിന് പ്രസക്തിയുള്ളൂ. അതായത് എന്റെ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക്, എന്റെ സമൂഹത്തിന്, എന്റെ സഹോദരന് അല്ലെങ്കിൽ എന്റെ അയൽക്കാരന് ഗുണം ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ബോധ്യം. ഈ ബോധ്യം ക്രൈസ്തവ സമൂഹത്തിൽ കുറഞ്ഞു വരുന്നു ഭയപ്പെടുന്ന ഒരാളാണ്. വളരെ സ്വാർത്ഥമായി നമ്മൾ സമൂഹം മാറിക്കൊണ്ട്, നമ്മുടെ ചരിത്രം അതല്ല, പക്ഷെ നമ്മുടെ ഇന്നത്തെ ഒരവസ്ഥ വളരെ സ്വാർത്ഥമായി എനിക്ക് എന്ത് പ്രയോജനം ഉണ്ടാകാം, എനിക്ക് എന്ത് നേട്ടം ഉണ്ടാകാം എന്നുള്ളൊരു ദിശയിലേക്ക് ക്രൈസ്തവ സമൂഹത്തിന് മാത്രം പ്രശ്നമാണ്, അതോ എല്ലാ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉള്ള ഒരു പ്രശ്നത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്? സമൂഹത്തിൽ മാത്രമുള്ള ഒരു പ്രശ്നമാണ്. പക്ഷേ ക്രൈസ്തവ സമൂഹത്തിന് മാതൃക കാണിക്കേണ്ട ഒരു സമൂഹം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെയാണ് നമ്മൾ അനന്യമായ ഒരു വിശ്വാസം എന്നൊക്കെ പറയുന്നത്. ആ ഒരു വിശ്വാസത്തിന്റെ മുമ്പിൽ ഒരു സാമൂഹ്യ ബോധം ഇപ്പൊ നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു എന്തുകൊണ്ടാണ് എവിടെയാണ് ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. കുടുംബങ്ങളിൽ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നത് എന്താ, ഒരു പൊതുവായ പരിപാടി. ഇപ്പൊ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കോളേജുകളിൽ നിർത്തി പറയുന്നത് കാര്യമായിട്ട് നമ്മളൊക്കെ കരുതുന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയതോടെ പിള്ളേർക്ക് ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു മുന്നേറ്റത്തിനുള്ള ഒരു സാധ്യത ഇല്ലാതായി. ഒരുപക്ഷെ പല സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ചൂണ്ടിക്കാണിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഇനി പുതിയ നേതാക്കന്മാരൊന്നും കാര്യമായിട്ട് വളർന്നു വരികയല്ലെന്നാണ്. കാരണം രാഷ്ട്രീയത്തിന്റെ അടിനടകളൊന്നും ഇവർ പഠിക്കുന്നില്ല കോളേജുകളിലൊന്നും വെച്ച്. കൊണ്ടതുകൊണ്ടല്ലേ അതിന്റെ വീഴ്ച എവിടെയാണ്? അത് നിരോധിക്കപ്പെടുന്നതിന് നമ്മളെടുത്ത് മുൻകൈ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ദോഷഫലത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇതിലൂടെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ, പഠിച്ചു അല്ലെ എഞ്ചിനീയറിങ്ങിനോ എൻട്രൻസിനോ പ്രതീക്ഷിച്ച് മെഡിക്കൽ കോളേജിലോ പോയി ഡോക്ടറാകും. എന്തിനാ ഡോക്ടറാകുന്നത്? സമൂഹത്തെ സേവിക്കാനൊന്നും അല്ല, സുരക്ഷിതമായ നല്ല വരുമാന മാർഗമുള്ള ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ വളരെ സ്വാർത്ഥതയുടെ ഒരു ജീവിതം വരുമ്പോൾ ഈ കൈക്കൂലി മേടിക്കുന്നു അതുപോലുള്ളത് ഒന്നും ഒരു പാപമല്ലാത്ത ഒരു ചിന്താഗതി വളർന്നു വരും. ഇങ്ങനെ വളർന്നു വന്നു കഴിയുമ്പോഴാണ് ഈ ഒരു സ്വാർത്ഥതയുടെ ഒരു ഏറ്റവും വലിയ അടയാളങ്ങളാണ് നമ്മൾ പലരും വീട്ടില് അപ്പനെ അമ്മേനെ ഉപേക്ഷിക്കാൻ ഒന്നും ഒരു മടിയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരിക. അപ്പൊ ഇത് ഈ സമുദായ ബോധത്തിന്റെ തുടർച്ചയായിട്ട് ഒരു തുടക്കമായിട്ട് നമ്മൾ അപരനോടുള്ള ഒരു കെയർ നമ്മൾ കുടുംബങ്ങളിൽ മുതലേ വളർത്തിയെടുത്തില്ലെങ്കിൽ നമ്മുടെ സമൂഹം അനുഭവിക്കാൻ പോകുന്ന വലിയ ദുരന്തം ഏതാണ്ട് അതിന്റെ ഒരു അവസ്ഥയിലായി കഴിഞ്ഞു. ഇന്നിപ്പോ നമ്മൾ നടതള്ളുന്ന മാതാപിതാക്കളെ കുറിച്ചൊക്കെ നമ്മുടെ വീടുകളിൽ മാത്രമല്ല എല്ലാ സമൂഹത്തിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ മാതൃക കാണിക്കുന്നത് ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു. അത് എന്തുകൊണ്ടാണ്? നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല. കുട്ടികളെ പഠിപ്പിക്കുന്ന ഇപ്പം നമ്മുടെ കുടുംബത്തിന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് ഈ കുടുംബത്തിന്റെ ചെറിയ കുടുംബങ്ങളുടെ കുടുംബങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുകഴ്ത്തുന്ന ഒരു സംഭവമാണ്. ഈ കുടുംബങ്ങളുടെ മാത്രം പ്രശ്നമാണോ? എല്ലാ തലങ്ങളിലും ഈ സ്വാർത്ഥത ഇല്ലേ? അതിന്റെ ഒരു റിഫ്ലക്ഷൻ അല്ലേ? നമുക്ക് കുടുംബങ്ങളിൽ തുടങ്ങാം. എല്ലാ നമുക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ ചർച്ചയിൽ പങ്കെടുത്തപ്പം ഒരു സാമൂഹ്യ നിരീക്ഷകൻ എനിക്ക് അവരുടെ പേര് ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞ ഇന്ന് നമുക്ക് നോക്കാൻ മാതൃകകളില്ല. ശരി, രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ അവർ പറഞ്ഞു ഇന്ന് നമുക്ക് നോക്കാൻ മാതൃകകളില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. പക്ഷെ തീരെ ഇല്ലെന്നല്ല, പക്ഷെ ഇന്ന് നമ്മൾ കൂടുതൽ കാണുന്നതും ഈ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ സംശുദ്ധ ജീവിതത്തിന്റെ ഒക്കെ അടയാളങ്ങൾ ഒതുക്കപ്പെടുന്നതായിട്ട്, അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൽ പ്രസക്തി നഷ്ടപ്പെടുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവിടെ അങ്ങനെയല്ല, മറിച്ച് നന്മയും വിശുദ്ധിയും ധർമ്മവും ഒക്കെ വിജയിക്കും എന്നുള്ളതിനൊരു സാക്ഷ്യം കൊടുക്കേണ്ട ഒരു ജീവിതം അത് നമ്മൾ കുടുംബങ്ങളിൽ ആരംഭിക്കണം. കുടുംബങ്ങളിൽ ആരംഭിക്കാൻ നമ്മൾ ഞാൻ പറഞ്ഞു വന്നതൊന്ന് പൂർത്തിയായിക്കോട്ടെ. ആ അണുകുടുംബങ്ങൾ നമ്മൾ തുടങ്ങി. ഒരു മകൻ മതി അല്ലെങ്കിൽ ഒരു 2 മകൾ മതി. അത് അവർക്ക് എന്തുകൊണ്ടാ? പഴയ കാരണവന്മാരൊക്കെ 3-4 മക്കളെ സ്വീകരിച്ച് എന്തുകൊണ്ടാ? അവർക്ക് ജീവിതത്തിൽ സുഖമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഒന്നുമില്ലെങ്കിലും കഷ്ടപ്പെടാൻ ഒരു തയ്യാറായിരുന്നു. അങ്ങനെയല്ല, കഷ്ടപ്പെടാൻ താല്പര്യമില്ല. കഷ്ടപ്പെടാൻ താല്പര്യമില്ലാത്തവൻ വളർന്നു വരും. അവന്റെ മക്കൾ വളർന്നു വരുമ്പോഴോ അവരെല്ലാം ആവശ്യപ്പെട്ട് വരുവാണ്, അവരെല്ലാം അനുഭവിച്ചവരാണ്. അവർക്ക് വൃദ്ധരായ മാതാപിതാക്കളെ നോക്കാനും അതുപോലുള്ള കാര്യങ്ങൾ അവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ സമൂഹം ഒരു ആത്മശോധനയ്ക്ക് തയ്യാറായില്ലെങ്കിൽ, വലിയൊരു പരിവർത്തനത്തിന് മാനസാന്തരത്തിന് തയ്യാറായില്ലെങ്കിൽ നമ്മൾ വലിയ വലിയ തിരിച്ചടികൾ ഇത് കണ്ടുവരുന്ന കുഞ്ഞുങ്ങള് അടുത്ത തലമുറയിൽ തന്നെയാണല്ലോ. ഇപ്പം തലമുറകൾ മാത്രമല്ല, പഴയ കാരണവന്മാരൊക്കെ തലമുറകളൊക്കെ ഒരു മകനെയൊക്കെ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർ മക്കളെ വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. വലിയ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ്. അപ്പം ഈ സമുദായ ബോധം ഇല്ലാത്തതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. അതായത് എന്റെ സുഖം മാത്രം നോക്കുക എന്നുള്ളതാണ്, മറ്റുള്ളവരുടെ സുഖം നോക്കാനുള്ള താല്പര്യമില്ല. അത് മാറ്റിയില്ലെങ്കിൽ, അത് മാറ്റാൻ നമ്മൾ ബോധപൂർവമായ ശ്രമം നടത്തിയില്ലെങ്കിൽ, ഇതിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്ന ത്യാഗങ്ങൾ വിലയുള്ളതാണെന്ന് കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ബാക്കിയുള്ള സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതൊരു ന്യായീകരണമല്ല, നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുകയും വേണം. ശരി.
ഫാദർ റോയ് കണ്ണഞ്ചിറ, ഇവിടെ ശ്രീ ടി ദേവപ്രസാദ് പറഞ്ഞതുപോലെ ഈ മാതൃകകൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഒരു കാരണം എന്ന് പറയുന്നത് കുടുംബങ്ങളിൽ. പക്ഷേ അത് മാത്രമാണ് നമ്മുടെ സഭയിലും സഭാ സമൂഹത്തിലുമൊക്കെ ഇത്തരം നല്ല മാതൃകകൾ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ പോകുന്നത് ആണോ പ്രശ്നം, അതോ ഏതെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതാണ് സഭയെന്നും അതാണ് സമുദായമെന്നും ഒക്കെ ചില തൽപര കക്ഷികൾ ഉയർത്തിക്കാട്ടുന്നതാണോ ഇതിന് മുമ്പിലെ പ്രശ്നം? എങ്ങനെയാണ് അങ്ങ് ഈ വിഷയം നോക്കി കാണുന്നത് ഫാദർ റോയ് കണ്ണഞ്ചിറ? ഇവിടെ പനശ്ശേരിലച്ഛൻ പറഞ്ഞ സഭയുടെ ഒരു ചരിത്രപരമായ ഒരു അന്തരീക്ഷത്തിന്റെ മുകളിലാണ് സഭ വളർന്നത്. ഇപ്പൊ ദേവപ്രസാദ് സാറ് പറഞ്ഞ ഇപ്പോഴത്തെ ഈ വർത്തമാന കാലത്തിലെ പുതിയ തലമുറയുടെ മനസ്സ്, അത് അവനവന് തന്നെ ജീവിക്കാൻ വേണ്ടി മതത്തെയും സമൂഹത്തെയും അവനവന്റെ പരിസരങ്ങളിൽ ചേർത്ത് നിർത്തി ആവശ്യമുള്ള ഇടപെടലുകൾ മാത്രം നടത്തി ജീവിതത്തെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള വർത്തമാനകാല മനസ്സ്. അതിനകത്ത് ക്രൈസ്തവമെന്നോ അക്രൈസ്തവമെന്നോ ഒരു വ്യത്യാസവുമില്ല. ഇന്നത്തെ ഈ വർത്തമാന കാലത്തിന്റെ ഒരു മനസ്സാണത്. ആ ഒരു സാഹചര്യം ഇത് രണ്ടും നിലനിൽക്കുകയാണ്. ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണോ സമുദായ ബോധം നമുക്ക് വർദ്ധിക്കാതിരിക്കുന്നതിനുള്ള കാരണം, അതോ മറ്റ് ചില ബാഹ്യ ശക്തികളുടെ ഇടപെടലുകൾ കൊണ്ട് അതിന് കാരണമാകുന്നുണ്ടോ എന്നുള്ളതാണ്. എന്റെ ഒരു നിരീക്ഷണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മളിവിടെ 4 പേർ ഒരുമിച്ചിരിക്കാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? നമുക്ക് പരസ്പരം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട്, പരസ്പരം വിലമതിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ ഓരോരുത്തരും പരസ്പരം വിനിമയം ചെയ്യുന്നത് ഒരു മതിപ്പിന്റെ ഭാഷയിലൂടെയാണ് എന്നുള്ളതുകൊണ്ടാണ്. ഈ മതിപ്പ് എന്നത് ഒരു ഭാഷയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരാൾക്ക് മറ്റൊരാളോട്, ഇപ്പം ദേവപ്രസാദ് സാറ് ചെയ്യുന്ന കാര്യത്തെ പറ്റി എനിക്ക് മതിപ്പുണ്ടെങ്കിലാണ് ഞാൻ സാറിനോട് മുഖത്ത് നോക്കി സംസാരിക്കാനും സാറിന്റെ വിഷയത്തെ, സാറിന്റെ ഏതെങ്കിലും കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ, അഭിമുഖീകരിക്കണമെങ്കിൽ നേരെ അഭിമുഖീകരിക്കാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടാകാൻ കാരണം എനിക്ക് സാറിനോട് മതിപ്പുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ പനശ്ശേരിലച്ഛൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് മതിപ്പുണ്ട്. ഇവിടെ ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പരസ്പരമുള്ള മതിപ്പ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതെ, മതിപ്പ് നഷ്ടപ്പെടുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വലിയ പരിധി വരെ മതിപ്പ് നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആരാണ് ഈ പരസ്പരമുള്ള ക്രൈസ്തവ മനസ്സുകളുടെ, ക്രൈസ്തവ വിശ്വാസികൾക്ക് പരസ്പരം ഉണ്ടാകേണ്ട മതിപ്പ് നഷ്ടപ്പെടുത്തുന്നത് എന്ന ചോദ്യത്തിലാണ് ഇപ്പോൾ നിതിൻ ചോദിച്ച ഈ ഒരു ചോദ്യം പ്രസക്തമായി വരുന്നത്. ചില ബാഹ്യ ശക്തികളുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിവിടെ മതവിശ്വാസവും മതത്തിന്റെ മൂല്യങ്ങളും അതിജീവിക്കാൻ ശേഷിയില്ലാത്തവയാണ് എന്ന് സ്ഥാപിച്ചെടുക്കുക ഈ മതവിശ്വാസത്തെ എതിർക്കുന്നവരുടെ, അല്ലെങ്കിൽ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട അന്തരീക്ഷത്തെ വിറ്റ് ജീവിക്കുന്നവരുടെ ഒരു വിപണന സാധ്യതയും, അതേസമയം തന്നെ മതവിശ്വാസത്തെ എതിർക്കുന്നവരുടെ, വിശ്വാസം വേണ്ട എന്ന് പറയുന്നവരുടെ ആശയങ്ങളുടെ സ്ഥാപിക്കലിന് ആവശ്യവുമാണ് ഈ മതമൂല്യങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന് സ്ഥാപിക്കാൻ. അപ്പോൾ അങ്ങനെ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കച്ചവട സാധ്യതയുള്ള, മാർക്കറ്റിംഗ് സാധ്യതയുള്ള, മാധ്യമ കച്ചവടത്തിന്റെ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു മതത്തിന്റെ അവരേറ്റവും പരമോന്നതമായിട്ട് കരുതി വെച്ചിരിക്കുന്ന ചില ചിഹ്നങ്ങൾ തകർക്കുക, ചില മൂല്യങ്ങൾ അത് അപ്രസക്തമാണെന്ന് വരുത്തി തീർക്കുക, അതിനെപ്പറ്റി ഒരാവശ്യമില്ലാത്ത ചർച്ചകൾ തുടരുക. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട മതമൂല്യങ്ങൾ, മതചിഹ്നങ്ങൾ അത് ക്രൈസ്തവ മതത്തിന്റെയാണ് ഇവിടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൈസ്തവ മതത്തിന്റെ ഏത് ചിഹ്നങ്ങളെ, ഏത് പ്രതീകങ്ങളെ, ഏത് സ്ഥാനങ്ങളെ ക്രൈസ്തവ വിശ്വാസികൾ മതിപ്പോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് സ്ഥാനമാനങ്ങളെയും ആരാക്രമിച്ചാലും ഇവിടെ ആക്രമിക്കപ്പെടും എന്നുള്ള ഒരു അന്തരീക്ഷമുണ്ട്. കാരണം പ്രതികരിക്കുന്നില്ല. ആ ആശയത്തോട് യോജിച്ച് നിൽക്കുന്ന ആളുകൾ സഭാ സമൂഹങ്ങളിൽ ഉണ്ടാകുമ്പോഴും അതിന്റെ കുറ്റവും എവിടെയായിരിക്കും? അതിനൊപ്പം ആ ആശയത്തോട് യോജിച്ച് ചേരുന്ന വിഭാഗം ആ സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ ആ സമൂഹത്തിലുള്ളവർ തന്നെ അതിനെ ആ ഒരു പക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിർഭാഗ്യകരമായ വസ്തുതയും ഈ നാട്ടിൽ സംഭവിക്കുന്നില്ലേ ഫാദർ റോയ് കണ്ണഞ്ചിറ? അതിന്റെ കാരണം എന്തായിരിക്കും?
അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്, ഈ മതിപ്പ് എന്ന ഭാഷ നമുക്ക് കൈമോശം വരികയാണ്. പകരം അവമതിപ്പ് വിനിമയം ചെയ്യപ്പെടുകയാണ്. ആ വിനിമയം ചെയ്യുന്നത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ മാധ്യമങ്ങൾ വളരെ സംഘടിതമായി ഇത്തരത്തിൽ അവമതിപ്പിന്റെ വിനിമയത്തിലൂടെ വളരെയേറെ കൃഷി നടത്തുന്നുണ്ട്. മാധ്യമ കൃഷി ഇവിടെ നടക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തെയാണ്. കാരണം ക്രൈസ്തവരെ അവമതിച്ചാൽ അവരുടെ മതിപ്പ് നിലനിർത്താൻ വേണ്ടി പോരാടുന്നതിന് ആൾക്കാർ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ നിരീക്ഷിക്കുന്ന ഒരു കാര്യം. കാരണം ആക്ഷേപിക്കുമ്പോൾ ഇപ്പോൾ നിതിൻ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിൽ തന്നെ എതിർപ്പുകൾ ഉണ്ടാകുന്നത്? ഈ സമൂഹത്തിന്റെ വിലമതിക്കത്തക്ക കാര്യങ്ങൾ, വിലപിടിപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ ഈ സമൂഹത്തിന് പരാജയം വന്നിട്ടുണ്ട്. ഈ ക്രൈസ്തവ സമൂഹത്തിലെ അംഗങ്ങളെ ക്രിസ്തീയമായ മൂല്യങ്ങളും ക്രിസ്തീയമായ ഈടുവയ്പ്പുകളും വിലപിടിപ്പുള്ളത് തന്നെയാണ് ചരിത്രത്തിലേക്ക് ക്രൈസ്തവ സമൂഹം നൽകിയിട്ടുള്ള സംഭാവനകൾ വിലപിടിപ്പുള്ളതാണ് എന്ന് ഈ വിശ്വാസികളെ, പ്രത്യേകിച്ച് വർത്തമാനകാലത്തിലെ വിശ്വാസികളെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ഈ ചരിത്രബോധം നിലനിർത്തുകയും ചെയ്യുന്നതിൽ ക്രൈസ്തവ സഭ മേലധികാരികൾക്കും നേതൃത്വങ്ങൾക്കും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഈ കാര്യത്തിൽ ഒരു പ്രത്യേക കാരണമാണ്. ഞാൻ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ മറ്റ് പല മതങ്ങളിലും അവരുടെ മതവിശ്വാസത്തെയും മതത്തിന്റെ വിലപിടിപ്പുള്ള ചിഹ്നങ്ങളെയും ആരെങ്കിലും ആക്ഷേപിക്കുകയോ അപഹസിക്കുകയോ ചെയ്താൽ അത് മതത്തെ പറ്റിയുള്ള മതിപ്പിന് മുറിവേൽക്കുന്നു എന്ന് എല്ലാ വിശ്വാസികളെയും ബോധ്യപ്പെടുത്തുന്നതിൽ ആ സഭയുടെ നേതാക്കൾക്കും മേലധികാരികൾക്കും കഴിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ക്രൈസ്തവ സഭയിലെ അധികാരികൾക്ക്, നേതാക്കൾക്ക്, ആത്മീയ നേതാക്കൾക്കും അൽമായ നേതാക്കൾക്കും ഭൗതിക നേതാക്കൾക്കും ഒരേപോലെ ഇക്കാര്യത്തിൽ നമ്മളുടെ മതിപ്പിന്റെ വിനിമയം അത് മതിപ്പുള്ളതാണ്, നമ്മുടെ മൂല്യങ്ങൾ മതിപ്പുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിലും അനുഭവിപ്പിക്കുന്നതിലും വിജയം ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത്, ഉള്ളിൽ തന്നെ നമ്മൾ എതിർക്കാൻ ആളുകൾ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോ അങ്ങനെ അത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു അഭിപ്രായമായിട്ടല്ല ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ആക്രമിക്കുന്ന രീതിയിലുമല്ല. ഒരു വിശ്വാസം എന്ന് പറയുന്ന, മതം എന്ന് പറയുന്നത് എല്ലാവർക്കും, ആ വിശ്വാസത്തിലുള്ള എല്ലാവർക്കും ഒരേപോലെ വിലമതിക്കുന്നതാണ് എന്ന് അനുഭവിക്കാൻ കഴിയണം എന്നുള്ള ആശയത്തിലാണ്. അപ്പോൾ അതിന് എവിടെയാണ് നമുക്ക് തുടക്കം? എവിടെയാണ് എവിടുത്തെ മതബോധന പരിശീലനത്തിലെ വ്യത്യാസം കൊണ്ടാണോ, അതോ എവിടെയാണ് അതിനുള്ള ഒരു പോംവഴി നമ്മൾ കണ്ടെത്തേണ്ടത് എവിടെയാണ്? അല്ല, ഞാൻ പറയുന്നത് ഒരു സമൂഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ആ സമൂഹത്തിന്റെ പൊതുസമൂഹത്തിലുള്ള നിലനിൽപ്പിനെ അടയാളപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ്. അത്തരത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ക്രൈസ്തവ സമൂഹം ഇന്ന് പരസ്പരം ചെറിയ ചെറിയ സഭകൾ മാത്രമാണ് ക്രൈസ്തവ സമൂഹം എന്ന് ആ കൂട്ടായ്മയിലുള്ളവർ വിശ്വസിച്ചു പോകുന്ന രീതിയിൽ ചുരുങ്ങുകയാണ്, മനസ്സ് ചുരുങ്ങുകയാണ്. അപ്പോൾ അവിടെ ഒരു പൊതുബോധം, ഒരു സമുദായ ബോധം, ഇപ്പം ദേവപ്രസാദ് സാറ് സൂചിപ്പിച്ചതുപോലെ ഒരു സമുദായ ബോധത്തിലേക്ക് ഈ ഓരോ സഭയിലുള്ളവരുടെയും ക്രൈസ്തവ മനസ്സ് വളരണമെങ്കിൽ എൻ്റെ സഭയ്ക്ക് പുറത്തുള്ള മറ്റേ സഭ ചെയ്യുന്നതും ക്രൈസ്തവ നന്മ തന്നെയാണ് എന്നും ക്രൈസ്തവ മൂല്യങ്ങൾ തന്നെയാണ് എന്നും അതും ഞാൻ വിലമതിക്കേണ്ടതാണ് എന്നും ഉള്ള ഒരു അപരോന്മുഖത, അതാണ് ദേവപ്രസാദ് സാർ ഇവിടെ സൂചിപ്പിച്ചത്. ഒരു അപരോന്മുഖത, മറ്റുള്ളവരെ വിലമതിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്, അത് ക്രൈസ്തവരുടെ ഉള്ളിൽ രൂപപ്പെടണം. തീർച്ചയായും അത് രൂപപ്പെടുത്തുന്നതിൽ ഈ നേതാക്കൾക്ക് പങ്കുണ്ട്. അതിലവർ പരാജയപ്പെട്ടിട്ടുണ്ടാവാം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. തീർച്ചയായും വ്യക്തമാണ്. ഫാദർ മൈക്കിൾ പനച്ചിക്കൽ, ഈ ഒരു സമുദായ സ്നേഹം, ഒരു സാമുദായിക ഐക്യമില്ലാതെ പോകുന്നതാണ് കേരളത്തിലെ പല പ്രശ്നങ്ങളിലും ക്രൈസ്തവ സമൂഹത്തിന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പ്രതിരോധിക്കുവാനും പ്രതികരിക്കാനും സാധിക്കാതെ പോകുന്നത് എന്നത് ഏറെക്കുറെ വ്യക്തമാണ്. ഇവിടെ ഈ ഒരു ഐക്യം ഇല്ലാതെ പോവുകയാണെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാവി വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്ന ആശങ്ക മുന്നിലുണ്ട്. എങ്ങനെയാണ് അങ്ങ് ഈ ഒരു ആശങ്കയെ നോക്കിക്കാണുന്നത്? ഫാദർ മൈക്കിൾ പനച്ചിക്കൽ. നിതിൻ, റോയിച്ചൻ പറഞ്ഞ ഒരു വിഷയമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ സമുദായം എന്ന് പറയുന്നത് വിശ്വാസവും വിശ്വാസാചാര അനുഷ്ഠാനങ്ങളുമായിട്ട് അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്ന
മറ്റേതൊരു സമുദായത്തെക്കാളുപരി നമ്മുടെ സമുദായം വിശ്വാസപരമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മുടെ വിശ്വാസത്തെ കെടുത്തിക്കളയാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം, നമ്മൾ പറയാല്ലേ ഒരു ഹിഡൻ അജണ്ട എന്നൊക്കെ പറയല്ലേ, അപ്പോൾ ആ ഹിഡൻ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ശക്തികൾ ഇവിടെയുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, അടുത്ത കാലത്ത് ഒരു കൊല്ലമായുള്ളൂ ഇതിൻ്റെ രൂക്ഷത, ഇതിൻ്റെ ഭയാനകമായ ഇതിൻ്റെ ദുരന്ത ഫലങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ട് എന്ന വിവരം കൂടുതൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട്. അതായത് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുക, ദൈവത്തിൻ്റെ ത്രിത്വം. നമ്മുടെ അടിസ്ഥാനപരമായ 2 വിശ്വാസങ്ങളാണല്ലോ, ദൈവത്തിൻ്റെ ഏകത്വവും ത്രിത്വവും, അതുപോലെ പുത്രൻ തമ്പുരാൻ്റെ മനുഷ്യാവതാരവും കുരിശുമരണവും ഉത്ഥാനവും. ഇതിനെ 3-നെയും അല്ലെങ്കിൽ ഈ 2 അടിസ്ഥാന വിശ്വാസ സത്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് അത് നിരർത്ഥകമാണ് എന്ന് പഠിപ്പിക്കുന്ന അനേകം ആളുകൾ ബോധപൂർവമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ ചോദ്യങ്ങൾക്ക് നമ്മുടെയൊക്കെ യുവജനങ്ങൾ പകച്ചു നിൽക്കുന്ന അനുഭവമുണ്ട്. അങ്ങനെയുള്ള യുവജനങ്ങൾ എന്നെ സമീപിക്കേണ്ടായിരിക്കില്ലേ, ഒരു സമൂഹം തന്നെ എന്നെ സമീപിച്ചു. അച്ഛനെങ്കിലും ഇതിന് മറുപടി കൊടുക്കണം, ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ആരും മറുപടി പറയാനില്ലാത്തതിൻ്റെ വേദനയുണ്ട്, ഞങ്ങൾക്ക് മറുപടി ഇല്ല. അപ്പം അതുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഞാൻ ഏതാണ്ട് 1 വർഷമായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ മറുപടി കൊടുത്തില്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ യൂട്യൂബിലെയും അതുപോലെ തന്നെ നവമാധ്യമങ്ങളുടെയും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പലരും ഇതിൻ്റെ അടിസ്ഥാനങ്ങളെ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളില്ലാത്തതുകൊണ്ട്, ഉറച്ച അടിസ്ഥാനങ്ങളില്ലാത്തതുകൊണ്ട് അവരൊക്കെ പറയുന്നത് ശരിയാണെന്നങ്ങ് ധരിക്കുകയാണ്. ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ല, ക്രിസ്തു വേറൊരാളുടെ പെടലിയെ കുരിശ് വെച്ചിട്ട് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഈ വക സത്യങ്ങളെ, വിശ്വാസ സത്യങ്ങളെ നിസ്സാരമായി കണ്ടുകൊണ്ട് അതിനെ പുച്ഛത്തോടെ കാണുന്ന ഒരു സമൂഹം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയിടാനായിട്ട് ബോധപൂർവ്വം അതിന് മറുപടി കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഈ വക പ്രവർത്തനം നടത്തുന്നവരുടെ ആ പ്രചാരണത്തിൽ വേദനിക്കുന്നവർക്ക് മറുപടി കിട്ടണം. അതുപോലെ തന്നെ അവരെ നിശബ്ദരാക്കണം. അപ്പോൾ അതിനുവേണ്ടി സംഘടിതമായൊരു ശ്രമം നടക്കണം. ഈയിടെ വളരെ സന്തോഷകരമായൊരു കാര്യമാണ്, ജാഗ്രതാ കമ്മീഷൻ, സഭയുടെ ജാഗ്രതാ കമ്മീഷനും തിയോളജി കമ്മീഷനും ഒക്കെ ചേർന്ന് അതിന് ഉചിതമായ ചില മറുപടികൾ ഔദ്യോഗികമായി തന്നെ കൊടുക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം, ജാഗ്രതയോടെ ഇരിക്കണം. ഇങ്ങനെ സഭയുടെ വിശ്വാസത്തെ തകർക്കാനായി ബോധപൂർവ്വം ശ്രമിക്കുന്ന സംഘടിത ശക്തികളുണ്ട്. അപ്പോൾ അവരെ നാം തിരിച്ചറിയുകയും അതിനെ നിശബ്ദമാക്കുകയും അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കുകയും അതിലൂടെ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വേദനിക്കുന്ന യുവജനങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ സമുദായം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ഒന്നിച്ച് നിൽക്കുമ്പോൾ എത്രമാത്രം അംഗബലമുണ്ടോ അത്രയും സമുദായം ശക്തമാണ്. അപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് അംഗബലമില്ല, അംഗബലം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ സെൻസസ് എടുക്കുമ്പോഴും നമ്മുടെ സമുദായത്തിൻ്റെ പോപ്പുലേഷൻ കുറഞ്ഞു വരുന്നു എന്നുള്ള വേദനാജനകമായ ഒരു കാര്യമാണ്. ഈ സമയത്ത് ഞാനൊരു വേദനാജനകമായൊരു കാര്യം ഓർക്കുന്നത്, ഞാനൊക്കെ സെമിനാരിയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി വരുമ്പോൾ സെമിനാരിയിൽ നിന്ന് കിട്ടിയ വലിയൊരു ഉപദേശമായിരുന്നു, റെസ്പോൺസിബിൾ പാരൻ്റ്ഹുഡിനെ കുറിച്ച് കാര്യമായിട്ട് പള്ളികളിൽ സംസാരിക്കണം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ 8-10 പിള്ളേരൊക്കെയാണ്. ഞാനും 10 മക്കളിൽ ഒരാളാണ്. ഞാനതിൽ സന്തോഷിക്കുന്നു, അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിൽ. അതുകൊണ്ട് മക്കളുടെ എണ്ണം പരിമിതപ്പെടുത്തണം. അങ്ങനെ റെസ്പോൺസിബിൾ പാരൻ്റ്ഹുഡ്, മാതൃകാപരമായ ദാമ്പത്യം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച അച്ഛന്മാർ ആ കാലഘട്ടത്തിൽ പ്രസംഗിക്കുമായിരുന്നു. അച്ഛന്മാർ പ്രസംഗിക്കുമായിരുന്നു, ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പ്രസംഗിച്ച് അതിനെ ആവശ്യത്തിൽ കൂടുതൽ, അല്ലെങ്കിൽ അത് ഒട്ടും പ്രസംഗിക്കേണ്ട ഒരു വിഷയമായിരുന്നില്ല അത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ക്രൈസ്തവ സമൂഹത്തിൽ ജനസംഖ്യ കുറഞ്ഞു പോകുന്നു, കുറേ കാലം കഴിയുമ്പോൾ ഈ സമൂഹം തന്നെ ഇല്ലാണ്ടാകും എന്നൊക്കെയുള്ള ആശങ്കകൾ ക്രൈസ്തവ നേതൃത്വം തന്നെ മുന്നോട്ട് വെക്കുമ്പോൾ അന്ന് സംഭവിച്ച ഇത്തരം ചില വീഴ്ചകൾ അല്ലേ, ആ വീഴ്ചകളെ പരിഹരിക്കണം, അതിനുവേണ്ടി മറിച്ച് പ്രസംഗിക്കണം. ഞാനെപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഈ നവദമ്പതിമാരെയൊക്കെ ആശീർവദിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് ആശംസകൾ നേരുമ്പോൾ നിങ്ങൾക്ക് ധാരാളമായി മക്കൾ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാറുണ്ട്.
കാരണം അങ്ങനെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ധാരാളം മക്കളുണ്ടാവുക ദൈവത്തിൻ്റെ പരിപാലനയിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. പണ്ടൊക്കെ നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചാൽ മുന്നോട്ട് പോയത്. മക്കളാണ് സമ്പത്തെന്ന് അവർ കരുതിയിരുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ നമ്മുടെ ഒരു മുൻ പ്രധാനമന്ത്രി പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്ത്യയുടെ പോപ്പുലേഷനാണ് ഇന്ത്യയുടെ സമ്പത്ത്, ജനങ്ങളാണ് സമ്പത്ത്. അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ പോസിറ്റീവായിട്ട് അതിനെ കാണുക. ഇവിടെ ദേവപ്രസാദ് സാർ പറഞ്ഞൊരു കാര്യം, അതുപോലെ തന്നെ റോയിച്ചനും പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സ്വാർത്ഥതയിലേക്ക് മനുഷ്യനെ ചുരുക്കുകയാണ്, അല്ലെങ്കിൽ സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഒട്ടും ത്യാഗം സഹിക്കാൻ സന്നദ്ധതയില്ലാത്ത ഒരു തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ മറിച്ച് നമ്മൾ പ്രസംഗിക്കണം, ശക്തമായിട്ട് തന്നെ പ്രസംഗിക്കണം. ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം കൊടുക്കണം. ഒരു കാലത്ത് നമ്മൾ അവബോധം കൊടുത്തതനുസരിച്ച് അംഗസംഖ്യ കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ അപകടം മനസ്സിലാക്കി തിരിച്ച് നമ്മൾ ശരിയായിട്ട് അവബോധം കൊടുക്കുകയും നമ്മുടെ കുടുംബങ്ങൾ മക്കളെ കൊണ്ട് സമർത്ഥമാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അവിടെ എന്തോ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളുടെ സഭ തന്നെ റെസ്പോൺസിബിൾ പേരന്റ്ഹുഡ് എന്നുള്ള ആ ശീർഷകത്തിന്റെ കീഴിൽ മക്കളെ കുറയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും ആവശ്യപ്പെട്ടിരുന്നു. ഞാനൊക്കെ സെമിനാരി പഠിച്ചിറങ്ങിയപ്പോൾ അങ്ങനെ ഈ ആവശ്യത്തിൽ കൂടുതൽ മക്കളൊരു കുടുംബത്ത് ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഫാദർ മൈക്കിൾ പനച്ചിക്കൽ, ഇവിടെ നമ്മുടെ അതിഥികൾ പറഞ്ഞതുപോലെ ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് സിനിമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ ക്രൈസ്തവ സമൂഹത്തെയും സമുദായത്തെയും ഒക്കെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു അജണ്ട, പ്രത്യേകിച്ച് ചില പ്രത്യേക തൽപര കക്ഷികളൊക്കെ ചില ഫണ്ടിങ്ങുകളിലൂടെയൊക്കെ ഈ സിനിമകളിൽ ഈ സമൂഹത്തിനെതിരെയുള്ള ഒരു നീക്കമാക്കി മാറ്റുന്നു എന്ന ഒരു വിവാദം ഇവരിവിടെ ഉന്നയിക്കുകയുണ്ടായി. ഫാദർ മൈക്കിൾ പനച്ചിക്കൽ, അങ്ങ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. അങ്ങയുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഫാദർ മൈക്കിൾ പനച്ചിക്കൽ? തീർച്ചയായിട്ടും എനിക്ക് വളരെ സത്യസന്ധമായിട്ട് അനുഭവപ്പെട്ട ചില കാര്യങ്ങൾ ഈ അവസരത്തിൽ പറയുന്നത് എനിക്ക് സന്തോഷമാണ്. ഒന്നാമത്തെ കാര്യം, നിരീശ്വരത്വം മനുഷ്യജീവിതത്തെ വല്ലാതെ ബാധിക്കുമെന്നും അത് നാശത്തിലേക്ക് നയിക്കുമെന്നും ഉള്ളൊരു തീമായിരുന്നു. യേശുവിലുള്ള വിശ്വാസമാണ് ഒരു വ്യക്തിയെ ഏത് പ്രതികൂല സാഹചര്യത്തിലും ശക്തമായി അതിനെ നേരിടാനും വിജയിക്കാനും സാധിക്കുന്ന എന്നുള്ളൊരു തീമാണ് ഞാൻ കൊണ്ടുവന്നത്. അത് കന്മഴ പെയ്യും മുമ്പേ എന്ന സിനിമയിലല്ലേ? അതെ, കന്മഴ പെയ്യും മുമ്പേ എന്ന സിനിമയിൽ. അപ്പോൾ അത് നിർമ്മിക്കുന്ന സമയത്ത് ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ ഇടയ്ക്ക് അല്പം ഫണ്ടിൻ്റെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഫണ്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒരു പാർട്ടി സമീപിച്ചു, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സമീപിച്ചു. അപ്പോൾ എനിക്ക് അവർ കോ പ്രൊഡ്യൂസേഴ്സായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. അത് വളരെ സ്വകാര്യമായി നടന്നൊരു കാര്യമാണ്. ഞാനിപ്പോൾ ആദ്യമായിട്ടത് സഭയുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നതേ ശരി. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചപ്പം പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, ലാഭം കിട്ടുമ്പോൾ അതിൻ്റെ ഓഹരി തരിക, അതിനൊരു എഗ്രിമെൻ്റ് മതി എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ഞാൻ ഇവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ഇങ്ങനെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ ഫണ്ട് കൊടുക്കുന്നവർ അവരുടേതായ ചില ആശയങ്ങളും ചില സീനുകളും ചില പ്രമേയങ്ങളും ഒക്കെ തിരികെ കയറ്റാനായിട്ട് അവർ പിന്നീട് നിർബന്ധിക്കും. അങ്ങനെ നിർബന്ധിച്ച് കഴിയുമ്പോൾ നമ്മളുടെ സിനിമയിൽ വാസ്തവത്തിൽ നമുക്കെതിരായിട്ടുള്ള സന്ദേശങ്ങൾ തന്നെ വരാനായിട്ട് അവർ നിർബന്ധം പിടിക്കും. അതായത് ഇവർക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ഫണ്ടൊക്കെ ഉണ്ടാവുമോ? ഉണ്ട്. അതോ ഇവർ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള മാർഗമായിട്ട് മാത്രം സിനിമയെ കാണുന്നവരായിരിക്കുമോ? പിന്നീട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രത്യേകിച്ച് സഭയുടെ വിശ്വാസത്തെ തളർത്താൻ പറ്റിയ ആശയങ്ങൾ, ഉദാഹരണത്തിന് അച്ഛന്മാരെ ബഫൂൺസായി വേഷം കെട്ടിക്കുക, സിസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് അവരെയും വില കുറഞ്ഞ താരങ്ങളായിട്ട് വില കുറഞ്ഞ ആളുകളായിട്ട് കാണിച്ചു കൊടുക്കുക, ഈ സഭ ഏറ്റവും മൗലികമായിട്ടും ഏറ്റവും മഹത്തായിട്ടും കാണുന്ന കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില സീനുകളിൽ കയറ്റിവിടണം എന്നുള്ള നിർബന്ധം. അതായത് ഇത്തരം സാധ്യതകൾ, ഇത്തരം കാര്യങ്ങൾ കാണുന്ന ആളുകൾക്ക് ഈ സഭയ്ക്കും സമൂഹത്തിനെതിരെയുള്ള ഒരു വിചാരം ഉണ്ടാക്കാൻ വേണ്ടി അല്ലേ ഈ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നു, സഭയോടുള്ള മതിപ്പ് കുറയ്ക്കാൻ വേണ്ടി. ശരി. ഫാദർ റോയ് കണ്ണഞ്ചിറ, അങ്ങ് മാധ്യമ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ആൾ കൂടിയാണല്ലോ. ഫാദർ മൈക്കിൾ പനച്ചിക്കൽ പറഞ്ഞത് വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ്. മലയാള സിനിമ എത്രത്തോളം വലിയ രീതിയിൽ ഹൈജാക്ക് ചെയ്യപ്പെടുന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഫാദർ മൈക്കിലൂടെ പറഞ്ഞത്. എങ്ങനെയാണ്, അങ്ങേക്ക് ഞെട്ടലുണ്ടോ ഇത് കേൾക്കുമ്പോൾ? ഇപ്പം അച്ഛനീ പറഞ്ഞ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കേൾവിയല്ല. ഞാൻ ദീപിക ദിനപത്രത്തിൽ, ഇപ്പം ദേവപ്രസാദ് സാറാണെങ്കിലും പതിറ്റാണ്ടുകൾ ദീപികയിൽ ഏറ്റവും ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്താണ് ദേവപ്രസാദ് സാർ വിരമിച്ചത്. ഞങ്ങളൊക്കെ
ഇത് ഒരു പുതിയ ഒരു കാര്യമേ അല്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിനാണ് ഇത് പരിചയമില്ലാത്തത്. ശരി. അതായത് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത് അത് വെറും ഒരു പ്രേക്ഷകന്റെ റോള് മാത്രമാണ്. ഒരു 90-95%. ഒരു കാലത്ത് ഈ മാധ്യമ മേഖലയെല്ലാം കൈയടക്കി എല്ലാ മേഖലയിലും പത്രത്തിലും എല്ലാം ആധിപത്യം ഉണ്ടായിരുന്ന ഒരു സമൂഹം ഇന്നൊരു കാഴ്ചക്കാരെ മാത്രം മാറുന്നു എന്നതും ഒരു വേദനയാണ്, അല്ലെ ഫാദർ റോയ് കണഞ്ചൻ? ഇതൊരു നമ്മളുടെ ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഷോ കാണുക, അതിനെപ്പറ്റി ഫേസ്ബുക്കിലും യൂട്യൂബിന്റെ കമന്റ് ബോക്സിലും കയറി കമന്റ് പറയുക, അല്ലെങ്കിൽ ലൈക്ക് അടിക്കുക, ഹായ് പറയുക. ഇതൊക്കെയാണ് ഒരു ക്രൈസ്തവ സമൂഹത്തിലെ ഒരു 95-97% ആൾക്കാരുടെയും ഒരു പങ്കാളിത്തം. അതല്ലാതെ ഇതിന്റെ പിന്നിൽ നടക്കുന്ന ഗെയിമുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ സിനിമാ മേഖലയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ ഇന്ന് പണം ഇറക്കുന്നത് ആരാണ്? അവർക്ക് സിനിമ തന്നെ വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കണം. സിനിമയിൽ പണമിറക്കുന്ന ഒരു വലിയ വിഭാഗത്തിന് ഇന്ന് ഏറ്റവും കൂടുതൽ പണം സിനിമയിൽ ഇറക്കി നിരവധി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തികൾ ഉൾപ്പെടുന്ന സമൂഹത്തിന് ഈ കലയും സിനിമയും ഒക്കെ നിഷിദ്ധമാണ് എന്ന ഒരു അന്തരീക്ഷം പോലും നിലനിൽക്കുമ്പോഴാണ് ഇവിടെ കേരളത്തിൽ ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള ചില സിനിമ നിർമ്മിക്കുന്നതിന് അതിൽ ക്രിസ്തീയമായ ക്രൈസ്തവ വിശ്വാസികൾ ഏറ്റവും വിശുദ്ധമായി കരുതുന്ന ബിംബങ്ങളെയും പ്രതീകങ്ങളെയും ഏറ്റവും വികൃതവും വിരൂപവുമായി അവതരിപ്പിക്കുന്നതിനൊക്കെ കോടികൾ മുതൽ മുടക്കി വലിയ താരങ്ങളെ കൊണ്ട് ഇവിടെ സിനിമ നിർമ്മിച്ച് അഭിനയിപ്പിച്ച് നമ്മുടെ വിശുദ്ധമായ പ്രതീകങ്ങൾക്ക് വികലമായ ചില വർത്തമാനകാല വ്യാഖ്യാനങ്ങൾ കൊടുത്ത് വിശ്വാസികളുടെ മനസ്സിലുള്ള സഭയെ പറ്റിയും സഭയുടെ പ്രതീകങ്ങളെ പറ്റിയും വിശ്വാസത്തെ പറ്റിയും ഒക്കെയുള്ള മതിപ്പ് അത് ഇടിച്ചു കളയുക. അങ്ങനെ വിശ്വാസ വിഷയങ്ങളൊക്കെ വളരെ ഡൈല്യൂട്ടഡ് ആക്കുക. ഇങ്ങനെ നമ്മള് അയ എന്ന് പറയുന്നത് തന്നെ അയയാതിരിക്കേണ്ടതിനാണ് നമ്മൾ അയ എന്ന് മലയാളത്തിൽ പറയുന്നത്, അല്ലെ? അതായത് വലിച്ചു കെട്ടിയതിനെയാണ് നമ്മൾ അയ എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെ അയഞ്ഞു പോവുകയാണ് നമ്മുടെ പല മൂല്യബോധങ്ങളും. ഇത്തരത്തിലുള്ള ബോധപൂർവമായ ഒരു അധിനിവേശം തന്നെയാണ് മറ്റു ചില മതസ്ഥരുടെ കാഴ്ചപ്പാടിലൂടെ ക്രൈസ്തവ മതത്തിന്റെ ചിഹ്നങ്ങളെ വ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ മതവിശ്വാസമില്ലാത്തവരുടെ വ്യാഖ്യാനങ്ങളിലൂടെ ഇനിയും കുറച്ചുകൂടി കടത്തി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈശാചികമായി ആരാധന നടത്തുന്നവരുടെ കാഴ്ചപ്പാടിലൂടെ ക്രൈസ്തവമായ പ്രതീകങ്ങളെ വികൃതമായി അവതരിപ്പിക്കുന്നതിന് പണം മുടക്കുന്ന ഈ ഒരു ലോബി തന്നെ കേരളത്തിന്റെ സിനിമാ മേഖലയിൽ ഇന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ അനുഭവത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. മറ്റൊന്ന്, ഈ മാധ്യമങ്ങളിലൂടെ തന്നെ ഈ സിനിമ അല്ലെങ്കിൽ പത്ര മാധ്യമ TV ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ തന്നെ ചില പ്രത്യേക മത കൽപ്പനകൾ, സിംബൽസ് ശീർഷകങ്ങളായി തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ജനമനസ്സുകളിൽ പ്രതിഷ്ഠ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ സംഘടിതമായി നടത്തുന്നു. അതിന് പണം മുടക്കുന്നു. ഒപ്പം തന്നെ ക്രൈസ്തവമായി നിലനിൽക്കുന്ന ചില സിംബലുകൾ, പ്രതീകങ്ങൾ, ചിഹ്നങ്ങൾ ഒക്കെ അടിച്ച് തകർത്ത് വികൃതമാക്കുന്നതിന് വലിയ തോതിൽ പണം മുടക്കുന്നു. ഇങ്ങനെ ഒരു കച്ചവടം ഇവിടെ കൊഴുപ്പിച്ചെടുക്കുകയാണ്. അതിൽ വളരെ നിസ്സഹായരും നിരായുധരുമായി വെറും കാഴ്ചക്കാരുടെ റോളിലേക്ക്, പവലിയനിലേക്ക് ഇരിപ്പിടം കിട്ടാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ഈ വികൃതമാക്കപ്പെടുന്ന ചിഹ്നങ്ങളുടെ സംവാഹകരാണ്. ഈ വിരൂപമാക്കപ്പെടുന്ന മതിപ്പിന്റെ പിന്നെ ചുമട്ടുകാരാണ് ഈ കാഴ്ചക്കാരായി പവനിയനിലേക്ക് കയറിയിരിക്കുന്നത് എന്നുള്ള കാഴ്ച തന്നെ ഈ വർത്തമാന കാലത്തിലെ ഒരു വലിയ ദുസ്സഹമായ കാഴ്ചയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ക്രൈസ്തവർക്ക് മാത്രമാണ് അത്തരത്തിൽ സംഘടിതമായ ഒരു മാധ്യമ പ്രതിരോധ ബോധം ഉണ്ടാകാത്തത് എന്ന് ഞാൻ നിരീക്ഷിക്കുകയാണ്. തീർച്ചയായും
ശ്രീ ടി ദേവപ്രസാദ്, ഇവിടെ ഫാദർ റോയ് കണഞ്ചിത പറഞ്ഞത് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ബാഹ്യ ശക്തികളെ കുറിച്ചാണ്. പക്ഷേ ഈ സഭയ്ക്കുള്ളിൽ തന്നെ ഇത്തരം ചില വ്യക്തിത്വങ്ങൾ സമീപ നാളുകളൊക്കെ പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാക്കുകയും അതിൽ വലിയ ചർച്ചയായി മാറുകയൊക്കെ ചെയ്തല്ലോ. ചില പത്രക്കുറിപ്പുകൾ ഇറക്കുന്നു. ഈ സംവിധാനങ്ങളിൽ ഇത്തരം ചില ആളുകൾ നടത്തുന്ന ചില ഇടപെടൽ അത് ഈ വിശ്വാസ സമൂഹങ്ങളിടയിൽ വലിയ ആശങ്കകൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും ഒക്കെ കാരണമാകുന്നുണ്ട്. ഇത്തരം തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കുവാനും അല്ലെ അവരെ പുറത്തു കൊണ്ടുവരുവാനുമുള്ള ഉത്തരവാദിത്വം സഭാ സമൂഹങ്ങൾക്കും സഭാ സംവിധാനങ്ങൾക്കും ഇല്ലേ? എങ്ങനെയാണ് അങ്ങയുടെ അഭിപ്രായം? റോയച്ചൻ പറഞ്ഞ ആ നിലപാടിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങട്ടെ. മാധ്യമങ്ങൾ ആക്രമിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് അവർക്ക് അവരുടെ റേറ്റിംഗ് കൂട്ടാനും കച്ചവട സാധ്യതയും ഒക്കെ കൊണ്ടാണ്. പക്ഷെ ഇതിന് മനഃപൂർവ്വം വീണുകൊടുക്കുന്ന അതിൽ അവർക്ക് കോടാലിക്കൈകളായി മാറിപ്പോകുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ വരുന്നു, സഭയിൽ അത്തരമുള്ള ആളുകളാണ് ചില ന്യൂസുകളുകളിൽ അത്തരമുള്ള ആളുകളെ മാത്രമേ വിളിക്കുകയുള്ളൂ. അത് അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെയാണ് അവർ ചർച്ചയ്ക്ക് വിളിക്കുക. ആ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അവർ സഭാവിരുദ്ധമായ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരള കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസിനെ കുറിച്ച് ഒരു കന്യാസ്ത്രീ എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീ പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞ നിർവചനം നിങ്ങൾക്ക് അറിയാമല്ലോ. പറഞ്ഞത് ഒരു കന്യാസ്ത്രീ ആയിരുന്ന ഒരാളാണ്. അവരിപ്പോഴും കന്യാസ്ത്രീയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുപോലെ കന്യാസ്ത്രീകളുടെ ഒരു സന്യാസം ഉപേക്ഷിച്ചു പോയവരുടെ ആത്മഹത്യയാണ് സന്യാസ ജീവിതത്തെ കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥമായിട്ട് ഈ മാധ്യമപ്രവർത്തകർ കണക്കാക്കുന്നത്. അതിപ്പോ അവർക്കത് കിട്ടി അവരത് ഉപയോഗിക്കുന്നു. അപ്പൊ അത് അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ നമ്മുടെ കൂടെ വന്നിരിക്കുന്നു. പിന്നെ നമ്മുടെ ഒറ്റപ്പെട്ടാണേലും നമ്മുടെ സന്യാസ മഠങ്ങളിലും ഒക്കെ ആത്മഹത്യകൾ ഉണ്ടാകുന്നു. അത് ഇത്രയും കാലത്തെ ആത്മീയ പരിശീലനമൊക്കെ അത് ഉണ്ടായില്ലെന്നൊന്നും അല്ല നമ്മൾ ഈ പറയുന്നത്. അത് ന്യായീകരിച്ചുകൊണ്ടുള്ള ആ സംവാദങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് മറ്റുള്ളവർ ആഘോഷിക്കുമ്പോൾ നമുക്ക് അതിന്റെ സത്യം എന്താണെന്നെങ്കിലും പറയാനുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണം. വേറൊരു വലിയ പ്രശ്നം, ഈ സ്വത്വബോധത്തിന്റെ മുമ്പിലുള്ള ഒരു വലിയ പ്രശ്നം, ഇവരടക്കം ഇപ്പൊ നിതിൻ ചൂണ്ടിക്കാണിച്ച ഈ വ്യക്തികളൊക്കെ, നമുക്കെല്ലാം വ്യക്തികളെയൊക്കെ അറിയാവുന്നത് കൊണ്ട് പേര് പറയേണ്ട കാര്യമില്ല. ഈ വ്യക്തികൾ അടക്കമുള്ളവരുടെ അവരുടെയൊക്കെ ജീവിത സൗകര്യം എന്താ? ഇപ്പൊ സമീപകാലത്ത് എറണാകുളത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അസംബ്ലിയിലേക്ക് മത്സരിച്ച സെബാസ്റ്റ്യൻ പോളിന്റെ മകനാണ് മത്സരിച്ചത്. സെബാസ്റ്റ്യൻ പോൾ എഴുതിയ ഒരു കുറിപ്പുണ്ടായിരുന്നു, ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ചിലർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സമൂഹത്തിലെ ചില ബുദ്ധിജീവികളെന്നും ചിന്തകന്മാരും എന്നൊക്കെ അറിയുന്നവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിത്തീരുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അനുഭവം വെച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇവർക്ക് മുന്തിയ ഈത്തപ്പഴങ്ങളും വിമാന ടിക്കറ്റുകളും ഒക്കെ ഇവർക്ക് കിട്ടും, ഇവർക്ക് വേറൊന്നും കൊടുക്കത്തില്ല. അതുപോലെ ഈ മതസംവാദം അല്ല സൗഹാർദ്ദ സമ്മേളനം ഒന്നും പറഞ്ഞ് ചില സമ്മേളനങ്ങളിൽ പോയി പ്രസംഗിക്കുന്നവർക്ക് നല്ല അടിക്കൂലി കിട്ടും. അത് കിട്ടുന്ന ആളുകളൊക്കെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇക്കാര്യത്തിലൊന്നും അധികാരികൾ എടുക്കേണ്ട നിലപാടുകൾ എടുക്കാത്ത അൽമാരുടെ ഇടയിൽ വളരെ അസ്വസ്ഥത. റോയ് കണഞ്ചിറ, വളരെ സ്വിഫ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ, വളരെ ക്വിക്ക് ആയിട്ടുള്ള ഇടപെടൽ നമുക്ക് ഈ സഭാ സംവിധാനങ്ങൾക്ക് ഇല്ലാതെ പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു ആശങ്ക ഈ സമുദായത്തിനിടയിൽ വരുന്നതില്ലേ? ഈ സാമുദായിക ഐക്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത്തരം ചില വീഴ്ചകൾ കൂടി അംഗീകരിക്കപ്പെടേണ്ടതും അത് തിരുത്തപ്പെടേണ്ടതുമല്ലേ? നിതിൻ, ഏത് സമുദായത്തിലാണ് വീഴ്ചകളില്ലാത്തത്? ഏത് മതവിശ്വാസത്തിലാണ് ആ വിശ്വാസ ജീവിതം അനുശീലിക്കുന്നവരിൽ പിഴവ് വരാത്തതായിട്ടുള്ളത്? ഒരിടത്തുമില്ല. പക്ഷേ ചിലരെല്ലാം കൂടി ചേർന്ന് ചിലരെ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ചില ഈവന്റുകൾ അങ്ങോട്ട് പർവ്വതീകരിക്കുകയാണ്. അത് മാത്രമാണ് ഇവിടെ ചർച്ചയ്ക്ക് വിഷയമുള്ളൂ എന്നങ്ങോട്ട് സ്ഥാപിച്ചെടുക്കുകയാണ്. ഇതെല്ലാം സംഭവിക്കുന്ന എവിടെയാണ്? അതാണല്ലോ നമ്മുടെ വ്യത്യാസം അത് തന്നെയാണല്ലോ. അവിടെ ഇടപെടേണ്ടതല്ലേ? ആ ഇടപെടൽ മറുപടികൾ കൊടുക്കേണ്ടതല്ലേ? കൃത്യമായി പ്രതികരിക്കേണ്ടതല്ലേ? അല്ല, സഭയ്ക്ക് അപമാനകരമായി വരുന്ന അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായി വരുന്ന ആരോപണങ്ങളെ കോടതികളിൽ നിയമപരമായി ചോദ്യം ചെയ്യുന്ന ധൈര്യം തന്റെ ഇടം സഭയ്ക്കുണ്ടാകണം. വ്യക്തിപരമായി ഉണ്ടാകണം. ഇപ്പം ഞാനൊരു അനുഭവം പറയാം. ഒരു പ്രത്യേക സമൂഹത്തെ കുറിച്ച് ഒരു സമുദായത്തിലെ ഒരാള് ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റിനെതിരെ 5 കേസ് 5 കോടതികളിലുണ്ടായി. അയാൾ മറിച്ച് മാപ്പും പറഞ്ഞു. പിന്നെ അയാൾ പിന്നെ ഇപ്പൊ ക്രിസ്ത്യാനികളെയാണ് അദ്ദേഹം ആക്രമിക്കുന്നത്. ഇതിനെതിരെ നമുക്കുള്ള സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാതെ നമ്മളെ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോ ഈ പറഞ്ഞ സഭയിലെ മുന്തിയ പദവികൾ സെമിനാരികളിലൊക്കെ പഠിപ്പിക്കുന്നവര് വന്നിട്ട് ഈ വിശ്വാസത്തിന് നിരക്കാത്ത അല്ലെങ്കിൽ മറ്റു മതങ്ങളിൽ ശരിയാണെന്ന് കരുതുന്ന രീതിയിലുള്ള ക്ലാസ് ഒക്കെ വിശ്വാസികൾ എന്താ പറയാ? വിശ്വാസികൾക്ക് ഇതിനകത്തൊക്കെ വിഷമുണ്ട്. പിന്നെ നമ്മളാരും ഇപ്പൊ പോയി ആരോട് പരാതി പറയാനാ? ചിലർ പറയാറുണ്ട് മോളി ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതിന് നിർബന്ധം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ ഇത്ര വിശ്വാസം?
പിന്നെ പത്രോസിന്റെ പടവിന് ഒന്നും വയ്ക്കുകയില്ല എന്നൊക്കെ പറയുന്നത് ശരിയാകാം. അത് പക്ഷേ ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിരുന്ന കത്തോലിക്ക സഭ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ, ക്രൈസ്തവ വിശ്വാസം തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും ഇല്ലാതായി. ഈ കത്തോലിക്കന്റെ സഭ നശിപ്പിക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയാ. കേരളത്തിൽ ഇല്ലാതാകിയാലെന്നോ വേറൊരു സ്ഥലത്ത് ഇല്ലാതാകിയാലെന്നോ പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്, അതിനുള്ള സമുദായ ബോധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങൾ, പക്ഷെ ഇങ്ങനെയൊരു സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന അവർക്ക് കച്ചവട സാധ്യതയാണ്. അത് നമ്മളോടുള്ള, ഇപ്പൊ നമ്മൾക്കെതിരെ ഉള്ളത് പ്രചരിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ക്രൈസ്തവർക്കെതിരെയുള്ള പ്രചരിപ്പിക്കാൻ വേണ്ടി സംഘടിതമായ നീക്കങ്ങളുണ്ട്. സംഘടിതമായ നീക്കങ്ങളുണ്ടെന്ന് നമ്മളിങ്ങനെ ബൈക്കിന്റെ മുമ്പിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയോ? നമ്മൾ അതിന് സംഘടിതമായ നീക്കം നമ്മൾ നടത്തണം. മരരെ ആക്രമിക്കാനല്ല, നമ്മുടെ നന്മകൾ ലോകത്ത് പറയാൻ വേണ്ടി. ഇപ്പൊ ഞാനൊരു ഒരു ഉദാഹരണം കൂടെ, ഞങ്ങളുടെയൊക്കെ കാലത്തുണ്ടായ ഒരു സംഭവം ഇതാണ്. അതായത് പത്രപ്രവർത്തകർക്ക് വല്ലതും എഴുതണം, അന്ന് ഇന്നത്തെ പോലെ എസ്റ്റാബ്ലിഷ്ഡ് പെയ്ഡ് ന്യൂസ് ഒന്നും ഇല്ലാത്ത കാലം. എങ്കിൽ ഈ മദ്യപാനം കള്ളൊക്കെ മേടിച്ചു തരും. ഇങ്ങനെ അത് എഴുതാനല്ല, പത്രക്കാരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വൈകുന്നേരം ഇങ്ങനെ പാർട്ടികളൊക്കെ നടത്താറുണ്ട്. അപ്പൊ പത്രക്കാർക്ക് പാർട്ടി തന്നാൽ എന്തു എഴുതുമെന്നൊക്കെ പറഞ്ഞ് പരിഹാസം ഉണ്ടായ ഒരു മീറ്റിങ്ങില് ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മദർ തെരേസ ഞങ്ങൾക്ക് ഒത്തിരി കള്ളു മേടിച്ചു തന്നിട്ട് കാണുമായിരിക്കുമല്ലോ ഇല്ലേ സാറേ? കാരണം മദർ തെരേസയെ കുറിച്ച് എഴുതിയത്തോളം ഞങ്ങൾ വേറെ ആരെ കുറിച്ച് എഴുതിയിട്ടില്ലല്ലോ. അപ്പൊ സഭയിലെ ചില നന്മകളെ കുറിച്ച് എഴുതാവുന്ന സാഹചര്യങ്ങൾ, ഈ നന്മകൾ നമ്മൾ ചെയ്യുന്ന പലതും നമുക്കൊരു പഴയ ഒരു ധാരണയുണ്ട്. പഴയ ധാരണ എന്താന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ പഴയ ചില പുസ്തകങ്ങൾ എടുത്താൽ, പിന്നെ മാന്നാൻ ആശ്രമത്തിലെ താപസനാൽ എഴുതപ്പെട്ടത്, അന്യാസിയുടെ പേര് പോലും പറയല. ഇപ്പൊ അതുകൊണ്ട് ആരെഴുതാന്ന് നമുക്കറിയത്തില്ല. അങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ട്. അത് നമ്മുടെ ഒരു വിശ്വാസപരമായ ഒരു എളിമയുടെ ഭാഗമായോ ഒക്കെ കണക്കാക്കിയിരുന്നതായിരിക്കാം. പക്ഷെ ഇന്നതല്ല. അതിനപ്പുറത്തേക്ക് പോകുന്ന ഫേസ്ബുക്കിലൊക്കെ വലിയ ആഘോഷങ്ങൾ കൊണ്ടാടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരൊന്നും ഈ കാര്യമല്ല, അവരുടെ ഫോട്ടോ, ബർത്ത്ഡേ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അല്ല, വിശ്വാസപരമായ കാര്യങ്ങൾ ഒരു നിലപാടും ഇല്ല. അതങ്ങനെ പറഞ്ഞ് ഞാൻ അധികം പേരെ കണ്ടിട്ടില്ല. ഒരു കാര്യം കൂടെ പറയാൻ, എനിക്ക് ഇതുവരെ നിലവെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പറയാം. നമ്മൾ സ്ഥാപനങ്ങൾ ഒത്തിരി നടത്തുന്നുണ്ട്, ഒത്തിരി സേവനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാനൊരു ഒരു കാര്യം പറയാം. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞ്, ഒരു കുടുംബം, അവർക്ക് ഭർത്താവിനും ഭാര്യയ്ക്കും കൂടെ ഉള്ള രൂപ 15,000 രൂപ ശമ്പളമാണ് ആകെ ഉള്ളത്. 15,000, രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട്. 15,000 രൂപ ശമ്പളം കേരളത്തിലാണെന്നൊക്കെ ചോദിച്ചാൽ സത്യമാണത്. പക്ഷെ എനിക്ക് സ്ഥലമൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് 4 മക്കളുണ്ട്. 4 മക്കളെ ഒരു സ്കൂളിൽ വിടണമെങ്കിൽ, ആ സ്കൂള് ഒരുമാതിരിപ്പെട്ട ഒരു മാന്യമായ സ്കൂളാണ്. അവിടെ ഒരു ടേമിലേക്ക് 30,000 രൂപയാണ്. 4 മക്കൾ പഠിക്കണം, 1,20,000 രൂപ ഒരു ഫീസ് കൊടുക്കണം. നമ്മുടെ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല. ഇതും ഈ കുഞ്ഞുങ്ങൾ ഇല്ലാതാകുന്നതിന് ഒരു കാരണമായിട്ട് ഞാൻ ഇപ്പൊ ഉടനെ തിരിച്ചു വരാം. ഫാദർ റോയ് കണഞ്ചിറ, 2 കാര്യങ്ങൾ അങ്ങേക്ക് മറുപടി പറയാം. ഒന്ന്, ഈ സ്ഥാപനവൽക്കരിക്കപ്പെട്ട് പോകുമ്പോൾ നമ്മൾ സമുദായ സ്നേഹമൊക്കെ അവിടെ പറയുമ്പോൾ പോലും ഈ ഒരു സ്നേഹം പ്രത്യേകിച്ച് ഈ അഡ്മിഷൻ പ്രോസസ്സുകളിൽ, അല്ലെങ്കിൽ ഇത്തരം വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിലൊക്കെ കൃത്യമായ പ്രാതിനിധ്യം ഈ സഭാ മക്കൾക്ക് കൂടെ നൽകാനുള്ള സംവിധാനങ്ങൾ സഭയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായാൽ അത് എത്ര പോസിറ്റീവായി ചേഞ്ച് ആയിരിക്കും ഉണ്ടാക്കുക? ശ്രീ ഡി ദേവപ്രസാദ് പറഞ്ഞതുപോലെ നമുക്ക് പിന്നെ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ സഭയിലുണ്ട്. ഇപ്പോ 3-ൽ കൂടുതൽ മക്കളുള്ള മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ ഒരേ വിദ്യാലയത്തിലാണ് അവർ പഠിക്കുന്നതെങ്കിൽ, 3ാമത്തെ കുട്ടി തൊട്ടുള്ള മക്കൾക്ക് ഫീസ് പരിപൂർണമായിട്ട് ഇളവ് നൽകുന്ന സ്ഥാപനങ്ങളാണ് കേരളത്തിലെ കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. സഭയുടെ പൊതുവായിട്ടുള്ള ഇപ്പോഴത്തെ നിലപാട്, കൂടുതൽ മക്കളുള്ള ക്രൈസ്തവ കുടുംബങ്ങളുടെ മക്കളെ പഠനത്തിൽ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി തന്നെ പൊതുവായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള സന്യാസ സഭകളുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന CMI സന്യാസ സഭ ഉൾപ്പെടെ അത്തരത്തിലുള്ള നിലപാടുകൾ നയരൂപീകരണ സമിതികളിൽ കൃത്യമായ രീതിയിൽ എടുത്തിട്ടുണ്ട്. അത് അനുശീലിക്കുക എന്നുള്ളത് ഓരോ വൈദികന്റെയും സമർപ്പിതയുടെയും ഉത്തരവാദിത്വവും കടമയും തന്നെയാണ്. അത് പിന്നെ എല്ലാവർക്കും നമ്മൾ സഹായം ചെയ്യുന്നുണ്ട്, എല്ലാ മതസ്ഥർക്കും സഹായം ചെയ്യുന്നുണ്ട്. ഒപ്പം ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള കുടുംബങ്ങൾക്ക്, കത്തോലിക്ക വിശ്വാസികളായിട്ടുള്ള കുടുംബാംഗങ്ങളുടെ മക്കൾക്ക് സഹായം ചെയ്യുന്നുണ്ട്. നമ്മൾ ക്രൈസ്തവർക്ക് മാത്രമാണ് സഹായം ചെയ്യുന്നത്, മാത്രമാണ് സഹായം. ഫാദർ മൈക്കിൾ പനച്ചിക്കൽ, ഇവിടെ ഈ സാമുദായികമായിട്ടുള്ള ഐക്യം സാധ്യമാകണമെന്നതാണ് ഈ ചർച്ചയുടെ ഇത്രയും നേരം നമ്മൾ സംബന്ധിച്ച് തുടങ്ങിയത്. ഏതൊക്കെ പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ഈ വിഷയത്തിൽ അങ്ങേക്കുള്ളത്? ഫാദർ മൈക്കിൾ പനച്ചിക്കൽ. നിതിൻ, ഇവിടെ ഞാൻ പറയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് മനസ്സിൽ വരുന്നത്, മതമൈത്രി എന്ന ഒരു നിലപാട് നമുക്കുണ്ട്. മതമൈത്രി ഒരിക്കലും ഗുണം ചെയ്യില്ല, ദോഷമേ ചെയ്യുള്ളൂ. മാനവ മൈത്രിയാണ് നമുക്ക് വേണ്ടത്. മനുഷ്യർ സാഹോദര്യത്തോടെ ജീവിക്കുക, അല്ലാതെ മതങ്ങൾ
മൈത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മതവും നിൻ്റെ മതവും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള വലിയൊരു ശ്രമം നടത്തുകയാണ്. എവിടെയൊക്കെയാണ് ഐക്യപ്പെടാവുന്നത്, എവിടെയൊക്കെയാണ് പൊരുത്തമുള്ളത്, അങ്ങനെ ഒരു വിഷയമില്ല. എൻ്റെ മതത്തിൽ നിനക്ക് സ്വീകരിക്കാവുന്ന എന്ത്, നിൻ്റെ മതത്തിൽ നിന്ന് എനിക്ക് സ്വീകരിക്കാവുന്ന എന്ത്, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് മതമൈത്രി ദോഷകരമാണ്, അപകടകരമാണ്, ദുരന്തമാണ്. മാനവ മൈത്രിയാണ് നമുക്ക് വേണ്ടത്. നീ വിശ്വസിക്കുന്നത് നിൻ്റെ വിശ്വാസം, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ വിശ്വാസം, അതിനതീതമായിട്ടുള്ളൊരു സമൂഹ ജീവിതം. ആ സമൂഹ ജീവിതത്തിൽ കൊടുത്തും സ്വീകരിച്ചും നമുക്ക് സ്നേഹത്തിൽ കഴിയാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ മുൻകൈ എടുക്കുക. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായും ശ്രീ ടി ദേവപ്രസാദ്, ഇവിടെ ഈ വ്യത്യാസങ്ങളൊക്കെ മാറ്റി നിർത്തുമ്പോൾ ക്രിസ്തു എന്ന ഒരൊറ്റ ഫേസ് മറക്കുന്നത് കൊണ്ടല്ലേ ഇത്തരം വ്യത്യാസങ്ങളും ഇത്തരം ഭിന്നിപ്പുകളുമൊക്കെ ഈ സമൂഹങ്ങളിൽ ഉണ്ടാകുന്നത്? അപ്പോൾ ഈ ക്രിസ്തുവിനെ ഓർത്താൽ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ? സത്യമായിട്ടും അത് ശരിയാണ്. ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് നമ്മൾ അധരം കൊണ്ട് ഏറ്റുപറയുന്നല്ലാതെ നമുക്ക് ജീവിതം കൊണ്ട് അത് അഭ്യസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു സങ്കടകരമായ അവസ്ഥ നമുക്കുണ്ട്. അത് ആരെങ്കിലും പറഞ്ഞാൽ അത് കുറ്റം പറയുന്നതല്ല, അത് നമ്മുടെ അവസ്ഥയാണ്. പക്ഷെ അതുകൊണ്ട് സമൂഹത്തിൽ ആരും അങ്ങനെ ജീവിക്കുന്നില്ലെന്നാണോ? എത്രയോ വിശുദ്ധര് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ വിശുദ്ധരെ അല്ല, ഈ പ്രതിസാക്ഷ്യമാകുന്ന ജീവിതങ്ങളെയാണ് കച്ചവടക്കാർക്ക് താല്പര്യം. അവരതിനെ ഹൈലൈറ്റ് ചെയ്യും. അത് നമ്മളെ ഒത്തിരി സങ്കടപ്പെടുത്തണ്ട. പക്ഷെ ഇങ്ങനെയുള്ള അത് വരുമ്പോൾ ഇതിന് ശത്രുക്കളും ഉണ്ട്, അവർ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ സത്യസന്ധമായി ജീവിക്കുന്നവരെ പോലും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. അതിനെതിരെ പോലും നമ്മൾ നിയമപരമായ നടപടികൾ എടുക്കാം. പിന്നെ നമ്മളിപ്പം റോയേച്ചൻ പറഞ്ഞ നല്ല തീരുമാനങ്ങളാണ്. ഇത് നമ്മൾ പബ്ലിസിറ്റി കൊടുക്കും. ഇവിടെ ഫാദർ റോയ് കണഞ്ചിറ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഈ ചർച്ച കാണുന്ന ഒരാൾക്ക് പോലും ഒരു ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നമ്മൾ പബ്ലിസിറ്റി കൊടുക്കുന്നില്ല? ഈ കാര്യത്തിൽ റോയേച്ചൻ എടുക്കുന്ന എഫർട്ടുകളെ കുറിച്ച് എനിക്ക് അങ്ങേയറ്റം അച്ഛനെ എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്നതാണ്. പക്ഷെ അത് പരസ്യമാക്കണം. പരസ്യമാക്കുക മാത്രമല്ല, അങ്ങനെ ഒരു നടപടി മറിച്ചതുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണങ്ങൾ അധികാരികളെങ്കിലും മേടിച്ചെന്ന് അതിനുള്ള കാരണങ്ങൾ അറിയിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ നമ്മുടെ സ്ഥാപനങ്ങളോട് ഇപ്പം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ എന്തിനാന്നോട്ട് ചിന്ത നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ടാവും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. കത്തോലിക്ക സഭയിലെ സന്യാസ സമൂഹങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിലൂടെ കത്തോലിക്ക സഭയിലെ മക്കൾക്ക് അർഹമായിട്ടുള്ള സൗകര്യങ്ങൾ ലഭിച്ചിരിക്കണം എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും വേണ്ട. എങ്കിൽ മാത്രമേ അത് സമുദായത്തിന്റെ പിന്തുണയുള്ള സ്ഥാപനങ്ങളായി നിലനിൽക്കുകയുള്ളൂ എന്നുള്ളത് സത്യമാണ്. ആ ഒരു ഉത്തരവാദിത്വ ബോധം ഈ സ്ഥാപനം നടത്തുന്നവർക്ക് ഉണ്ടാകേണ്ടതും ആ സ്ഥാപനത്തിൽ വരുന്ന വ്യക്തികളോട് അതിനനുസരിച്ചുള്ള പെരുമാറ്റം ഉണ്ടാകേണ്ടതുമാണ്. അതിന് യാതൊരു സംശയവുമില്ല. അതങ്ങനെ തന്നെയാണ് പിന്നെ സഭ അനുശാസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് സഭ. എല്ലാ സന്യാസ സഭകളും ഈ തീരുമാനം എടുത്തിട്ടുണ്ട്. ശരിക്കും സമുദായത്തിലുള്ള അകൽച്ചയ്ക്കുള്ള കാരണവും ഇത്തരം ചില കാര്യങ്ങൾ കൂടിയാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നു അല്ലേ? സാറ് പറഞ്ഞ ആ ഒരു മനസ്സ് പരസ്യമായിട്ട് പ്രസംഗിക്കുന്നയാളാണ് ഞാൻ. കത്തോലിക്ക സഭയും ക്രൈസ്തവ സഭയും സമൂഹവും ഇന്ന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് അത് നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഈ സമൂഹം ഇല്ലാതെയാകും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായും ആ ജാഗ്രത എന്ന് പറയുന്നത് ഈ മക്കളെ വളർത്തുന്നതിൽ തന്നെയാണ് ഒന്നാമതായിട്ട് പ്രകടിപ്പിക്കേണ്ടത്. ആ ജാഗ്രത അല്ലാതെ ഞാന് പിന്നെ സഭയുടെ മുകളിലേക്ക് പിന്നെ റോക്കറ്റ് വന്ന് വീഴാതിരിക്കാനായിട്ട് നെറ്റ് കെട്ടിയിട്ടിരിക്കുന്നത് പറയുന്ന രീതിയിലുള്ള കോമഡികളൊന്നുമില്ല. ഇവിടെ വളർന്നു വരുന്ന ഓരോ പുൽനാമ്പും സഭയുടെ മക്കൾ, ആ മക്കളെ വളർത്തുന്നതിൽ സംഘടിതമായിട്ട് ഒരുമിക്കണം. തീർച്ചയായും. ഫാദർ റോയ് കണഞ്ചിറ, ഏറ്റവും അവസാനം എന്ത് പ്രായോഗിക നിർദ്ദേശമാണ് ഈ വിഷയത്തിലുള്ളത്? ഇവിടെ ഈ ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ചില നിർദ്ദേശങ്ങൾ ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതും അതിൽ സഭാധികാരികൾ കൂടി ഉചിതമായ നടപടി എടുക്കേണ്ടതുമാണ്. അതെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്ത് പ്രായോഗികമായ ഇടപെടലാണ് ഈ വിഷയത്തിൽ സഭയുടെ സമൂഹത്തിന്റെ ഭാവിക്ക് മുമ്പിൽ അങ്ങേക്ക് വെക്കാനുള്ളത്? ഒന്നാമതായിട്ട് സമുദായ ബോധം എന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ഉള്ളിൽ കുറവാണ് എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് നമ്മുടെ ചർച്ച തുടങ്ങിയത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഓരോ സഭയും അവരവരുടെ തനിമ ആസ്വദിച്ച് ആ ഒരു പരിപ്രേക്ഷ്യത്തിനുള്ളിൽ ഒരു സ്വസ്ഥത അനുഭവിക്കുന്നു. അതുകൊണ്ട് മറ്റ് സഭകളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തിപരമായ ഒരു ഇടപെടൽ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഈ വ്യക്തി സഭകൾക്ക് പുറത്ത് ക്രൈസ്തവ സമൂഹം, കത്തോലിക്ക സമുദായം അല്ല ക്രൈസ്തവ സമുദായം എന്ന ഒരാശയത്തിലേക്ക് നമ്മുടെ മനസ്സുണരണം എന്നൊരു ചിന്ത വന്നത്. അത്
പിന്നെ ഒരു പരസ്നേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് വളരേണ്ടതെന്നുള്ള ഒരു ആശയമാണ് ദേവപ്രസാദ് സാറിന്റെ ചർച്ചയിലൂടെ മുന്നോട്ട് വന്നത്. അപ്പോൾ ഇവിടെ പിന്നെ മാധ്യമങ്ങളിലൂടെ വരുന്ന ഒരു അവമതിപ്പിന്റെ അധിനിവേശം നമ്മുടെ വിശ്വാസികളുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള കാരണം ഈ സമൂഹത്തിൽ തന്നെ നമ്മുടെ ചില ദുർമാതൃകകളിലൂടെ മാധ്യമങ്ങൾക്ക് പിന്നെ ഭക്ഷണമായിട്ട് കിട്ടുന്നു, അവരത് എടുത്ത് വെട്ടി വിഴുങ്ങുന്നു. അതിന് നമുക്ക് മാധ്യമങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് ദേവപ്രസാദ് സാറ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കാലിടറുന്ന 1-2 പേരുടെ ജീവിത കഥകളല്ല സഭയുടെ കഥയെന്നും സഭയുടെ സന്യാസത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ ചുവടിടറിയവരുടെ കഥകളോ നിലവിളികളോ മാത്രമല്ല എന്നും, പകരം ഇവിടെ ആത്മാർത്ഥമായി വിശ്വാസ ജീവിതം നയിക്കുകയും സമുദായത്തിന് വേണ്ടി ജീവിതം അർപ്പിക്കുകയും ചെയ്ത വിശ്വാസികൾ ഇവിടെ ഉണ്ട് എന്നും അവരുടെ കഥകൾ ഈ പുതിയ തലമുറയ്ക്ക് പഠിക്കാൻ ലഭ്യമാകണമെന്നും, ഒപ്പം ഇവിടെ സന്യാസ പൗരോഹിത്യ ജീവിതത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് 101% ആത്മാർത്ഥതയോടുകൂടി തന്നെ ഇപ്പൊ സാറ് സൂചിപ്പിച്ച പോലെ ഒരു താപസൻ എന്ന സ്വന്തം സ്വത്വം തന്നെ മറച്ചു വെച്ചുകൊണ്ട് സഭയുടെ സ്വത്വബോധത്തിന് അലങ്കാരമായി മാറിയ താപസ വര്യരുടെ ഒരു പിന്നെ മൗന നിസ്വനം ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നതും വിശ്വാസികളിലേക്ക് പകരണം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനു വേണ്ടിയുള്ള സംഘടിതമായ പരിശ്രമം ഇന്ന് സഭയെ നയിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഏറ്റവും പ്രകടമായ രീതിയിൽ ഉണ്ടാകേണ്ടത് സഭയുടെ നിലനിൽപ്പിന് സമുദായ ബോധം എന്ന ആ ഒരു സങ്കല്പത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഒപ്പം തന്നെ ഇവിടെ TDP ദേവപ്രസാദ് സാറ് സൂചിപ്പിച്ചതുപോലെ സഭയുടെ മക്കൾക്ക് സഭയുടെ സ്ഥാപനങ്ങളിൽ വിദ്യ അഭ്യസിക്കാനുള്ള അവകാശമുണ്ട്. ആ സ്വാതന്ത്ര്യം ബലികഴിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള ജാഗ്രത ഈ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഓരോ വ്യക്തിയും വ്യക്തിപരമായി സൂക്ഷിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വിശ്വാസ സമൂഹത്തിന് സഭയുടെ സ്ഥാപനങ്ങളോട് ഉള്ള ഒരു സ്നേഹവും പ്രതിബദ്ധതയും നിലനിൽക്കുകയുള്ളൂ എന്നുള്ള ഒരു ആശയം നമ്മളിവിടെ ചർച്ചയിൽ കൊണ്ടുവരികയുണ്ടായി. അതിന് മറുപടിയായിട്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കത്തോലിക്ക സഭയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിൽ തന്നെ സീറോ മലബാർ സഭയുടെ കാര്യമാണ് കൂടുതലായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത്. സീറോ കത്തോലിക്ക സഭയിലെ ഒരു സന്യാസ സഭയായ CMI സന്യാസ സഭ ഉൾപ്പെടെ മറ്റ് നിരവധി സന്യാസ സഭകൾ ഇത്തരത്തിൽ വിശ്വാസികളായിട്ടുള്ള മക്കളെ നിരവധി രീതിയിൽ, ഇപ്പൊ ഫീസിന്റെ കാര്യം മാത്രമല്ല, മറ്റ് നിരവധി രീതിയിൽ അവരുടെ പഠനത്തിന് സഹായകരമാകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏതെങ്കിലും തരത്തിൽ ഒറ്റയായിട്ടുള്ള നിഷേധാത്മകമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സഭയുടെ അനുഭവമായിട്ട് വ്യാഖ്യാനിക്കാതെ സഭ നൽകുന്ന ഈ നന്മകളിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് സംഘാതമായി ഒരു മനസ്സോടുകൂടി ഒരുമിച്ച് വളർന്ന് സമുദായ ബോധം ത്തിൽ വളരാം എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. അതിന് എല്ലാ ഭാഗത്തു നിന്നുമുള്ള സഹകരണം ഉണ്ടാകണം. നമുക്ക് പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും പരസ്പരം പ്രചോദിപ്പിക്കുകയും ചെയ്ത് പരസ്പരം നിലനിൽക്കാൻ സഹായിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഈ ഒരു സമുദായ ബോധം ഉണർത്താനും വളർത്താനും കഴിയട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും. ഇതൊരു പുതിയ ബോധമായി, ഒരു പ്രതിബോധമായി നമ്മുടെ വിശ്വാസികളിലും യുവജനങ്ങളിലും ഒക്കെ ഉണരുന്നു എന്നുള്ളത് ഒരുമിച്ച് നിലനിർത്തിയില്ലെങ്കിൽ നമ്മളെ നിലനിർത്താൻ പുറത്തുനിന്ന് ആരും വരില്ല എന്ന് TDP പറഞ്ഞ പോലെ ഈ സഭ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ സഭയിൽ ഇന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് എന്ന ആ ഒരു വലിയ ബോധ്യം മനസ്സിൽ ഉണരട്ടെ ഈ ഒരു ചർച്ചയിലൂടെ എന്ന സ്നേഹത്തോടു കൂടി ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയുമാണ്. ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു നല്ല കാര്യം കൂടി പറയട്ടെ, ഇവിടെ ചേർക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ സുസഭാഗ്യം പിതാവ് സ്കൂൾസ് ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞ ചില സ്കൂളുകൾ നടത്തുന്നുണ്ട്. ആ സമൂഹത്തിലെ പാവപ്പെട്ട കുട്ടികളെ മാത്രം തിരഞ്ഞെടുത്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അവരുടെ പഠന ശേഷി നോക്കി അവരെ മിടുക്കന്മാരാക്കി മാറ്റുന്ന ഒരു വലിയ സംരംഭം. അത് പിന്നീട് ഇപ്പം മലങ്കര സഭയും നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ പിന്നോക്ക സമുദായ പിന്നോക്ക പ്രദേശങ്ങളായ
പാറശാല പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള സ്കൂൾ ഓഫ് എക്സലൻസ് ഒക്കെ നടത്തുന്നത്. ഇങ്ങനെയുള്ള സംരംഭങ്ങളെ നമ്മൾ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയും വേണം. കാരണം സഭയുടെ അടുത്ത് കാരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ നമുക്കുള്ള മറിച്ചുള്ള അനുഭവങ്ങളും ഇങ്ങനെയുള്ള ഒരു ചർച്ചയിൽ ഉയരണമല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അത് ചൂണ്ടിക്കാണിച്ചത്. സഭയുടെ ഇത്തരത്തിലുള്ള നിലപാടുകളിലൂടെ നന്മകൾ ലഭിക്കുന്നവർക്ക് ഒരിക്കലും ഒരു പരാതി ഉണ്ടാവില്ല, അവരൊരിക്കലും മറ്റൊരാളോട് അത് പങ്കുവെക്കില്ല. അതേസമയം ആർക്കെങ്കിലും കിട്ടുന്നവർ അത് ഉറക്കെ പറയാനും ഉള്ള മടിയുമുണ്ട് അല്ലെ. നന്മയ്ക്ക് മൈലേജ് കിട്ടാത്തതുകൊണ്ടാണ് പ്രശ്നം അല്ലേ. അതാണ് ഏറ്റവും ഞാൻ അവസാനമായിട്ട് പറഞ്ഞു നിർത്തുന്ന ഒറ്റ കാര്യമാണ്, സഭയുടെ ഈ ഒരു നന്മ പങ്കുവയ്ക്കാനുള്ള സംവിധാനങ്ങൾ സ്വീകരിച്ചു വളർന്നവരാണ് സഭാ മക്കൾ എല്ലാവരും തന്നെ. അങ്ങനെയാണ് ഇത്രയും വലിയ വിദ്യാഭ്യാസവും അങ്ങനെ ഉന്നതമായ ജോലി ഉദ്യോഗസ്ഥ അനുഭവങ്ങളും ജീവിത ഭദ്രതയും സാമ്പത്തിക ഭദ്രതയും ഒക്കെ ഒരു പരിധി വരെ വളർന്ന് സഭയുടെ സ്ഥാപനങ്ങൾ സഭാ മക്കൾക്ക് തുറന്നു കൊടുത്തുകൊണ്ട് തന്നെയാണ്. അങ്ങനെ സഭയുടെ നന്മകൾ സ്വീകരിച്ച് എല്ലാവരും അത് പറയാറില്ല, പറഞ്ഞു നടക്കാറുമില്ല. എന്നാൽ ഏതെങ്കിലും ഒരു പോരായ്മയുണ്ടായാൽ, ഒരു കുറവുണ്ടായാൽ അതിന് വളരെയേറെ പ്രചാരം കിട്ടുകയും അത് പറയാനായിട്ടുള്ള സ്വാഭാവികമായ വാസന ഉണ്ടാവുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഞാൻ ആ രീതിയിൽ തന്നെ അതിനെ കാണുന്നു. അതുകൊണ്ട് സഭ നന്മ ചെയ്യുന്നില്ല എന്ന് ഒരിക്കലും നമുക്ക് നന്മകളല്ല എന്ന് പറയാനും കഴിയില്ല. നമ്മൾ അത് പരമാവധി അത് എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമുക്ക് ചെയ്യാവുന്നത്. ശ്രീ ടി ദേവപ്രസാദ്, ഇവിടെ മാധ്യമങ്ങളെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. മാധ്യമങ്ങൾ നല്ല വാർത്തകൾ സമൂഹം അറിയുന്നില്ല എന്നൊരു ആശങ്കയൊക്കെ ഫാദർ റോയ് കണ്ണഞ്ചിയൊക്കെ പങ്കുവച്ചു. ഇതിന് എന്തെങ്കിലും പ്രായോഗികമായ ഒരു പോംവഴി അങ്ങേക്ക് നിർദ്ദേശിക്കാനുണ്ടോ? നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് നല്ല വാർത്തകൾ എത്തിച്ചു കൊടുത്താൽ അത് നല്ല വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ എല്ലാവർക്കും താല്പര്യമാണെന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനു വേണ്ടി ബോധപൂർവമായ ഒരു ശ്രമം ഉണ്ടാവണം. മാധ്യമപ്രവർത്തകർ എന്നെ കുടുക്കിലാക്കാൻ വേണ്ടി മാത്രം നടക്കുന്നവരാണെന്നുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കി അവരുമായി സംസാരിക്കാനും അവരുമായി വ്യക്തിബന്ധം പുലർത്താനും ഒക്കെ സാധിച്ചാൽ അവര് നല്ല വാർത്തകൾ കൊടുക്കാൻ തയ്യാറാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മളെക്കുറിച്ച് അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ പ്രസിദ്ധീകരിച്ചാൽ അതിനെതിരെ കർക്കശമായ നിയമ നടപടികൾക്കുള്ള സംവിധാനവും ഉണ്ടാകണം. തീർച്ചയായും, വളരെ നന്ദി. ആ സംവിധാനം ഉണ്ടായാൽ തന്നെ പലരും ഇതിന് തയ്യാറാവില്ല. നമ്മളതിന് ഇതെല്ലാം നമ്മളിങ്ങനെ ഇതൊന്നും അറിയാൻ മേലാത്തത് കൊണ്ടല്ല സഭ ചെയ്യാത്തത്, എന്തോ ഗൗരവം വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ നമ്മൾ പലരോടും പറയേണ്ടവരോട് പറഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായും ആ ഗൗരവം നമുക്ക് വന്നിട്ടില്ല എന്നൊരു ആശങ്ക അദ്ദേഹം പങ്കുവെക്കുന്നത് വളരെ ശ്രദ്ധയോടെ തന്നെ കേരള സമൂഹം, സഭാ സമൂഹം കേൾക്കേണ്ടതുമാണ്. ഇന്നത്തെ സഭയും സമുദായവും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് ഇന്ന് ജീവിക്കുന്ന വിശ്വാസ സമൂഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെ വിശ്വാസത്തിൽ എടുക്കുവാനുള്ള ഉത്തരവാദിത്തം സഭാ സംവിധാനങ്ങൾക്കുണ്ട്. അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, സാമൂഹിക സാമ്പത്തിക മേഖലകളിലൊക്കെ ശക്തമായ ഇടപെടൽ നടത്തുവാൻ സഭാ സംവിധാനങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള ആർജവമാണ് സഭാ നേതൃത്വം കൈക്കൊള്ളേണ്ടതും. ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത ഫാദർ റോയ് കണ്ണഞ്ചിറ, ഫാദർ മൈക്കിൾ പനച്ചിക്കൽ VC, ശ്രീ ടി ദേവപ്രസാദ്, 3 പേർക്കും നന്ദി.